പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, മണ്ണിൽ ദ്രവിക്കാത്ത വസ്തുക്കള്, കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കല്യാണത്തിന്റെ വേസ്റ്റുകള്. നമ്മളെ സമൂഹത്തിന്റെ ഒരു മോശമായ ചിന്താഗതി കാണണം. ഡിസ്പോസിബിൾ ഗ്ലാസുകള്, ഡിസ്പോസിബിൾ പ്ലേറ്റുകള്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, കോഴി മാംസത്തിന്റെ മാലിന്യങ്ങൾ, ചിക്കൻ ഷോപ്പുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ കെട്ടിനിൽക്കുന്ന ചെറിയ വെള്ളത്തിന്റെ തടാകങ്ങളിൽ കൊണ്ടുപോയി കളയാണ്. ഇങ്ങനെ പല നിലയിലും വെള്ളം ചീത്തയായിക്കൊണ്ടിരിക്കുന്നു. ഇഷ്ടംപോലെ വെള്ളം കിട്ടാൻ സാധ്യതയുള്ള നമ്മുടെ നാട്ടിൽ മനസ്സിലാക്കണം, വെള്ളം മോശമാവുന്ന പ്രവർത്തികൾ, വെള്ളം മോശമാവാൻ കാരണമാകുന്ന പ്രവർത്തികളൊന്നും നമ്മളിൽ നിന്നും വരരുത്. വെള്ളം നിലനിൽക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. എടുത്ത് തമാശക്കാണെങ്കിലും വന്നൊരു കാര്യം ഞാൻ ഓർമ്മിച്ചുവാണ്. പലരും വീടിന്റെ മുറ്റത്തും പരമാവധി വിശാലമായും ഇന്റർലോക്ക് ചെയ്തു, ഭംഗിക്ക് വേണ്ടിയാണ്. തീരെ വിടവില്ലാതെ ഇന്റർലോക്ക് ചെയ്യുമ്പോൾ വെള്ളം ഒരിക്കലും ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നില്ല. എന്നിട്ട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, വെള്ളത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു വിരോധാഭാസം സോഷ്യൽ മീഡിയയിൽ വന്നൊരു വാർത്തയാണ്. ചിന്തിക്കാൻ വക നൽകുന്ന ഒരു വാർത്തയാണ്. പല കാരണങ്ങളാൽ ജലദൗർലഭ്യം നേരിടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വെള്ളം പാഴാക്കി കളയാതിരിക്കുക, വെള്ളം ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, വെള്ളം ഒരു നിലയിലും പാഴാക്കി കളയരുത്. പലരും വളരെ ലാഘവത്തോടെ, പ്രത്യേകിച്ചും പൈപ്പ് സംവിധാനം വന്നപ്പോ എത്ര വെള്ളാന്നറിയോ പാഴായി പോകുന്നത്. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടിലെ പഴയകാലത്തെ ഹൗദ് വന്നതുകൊണ്ട് പള്ളിയിലെ വെള്ളം അത്ര പോവില്ല. പല പള്ളിയിലും വെള്ളം പാഴാക്കരുത് എന്ന് ബോർഡ് എഴുതി വെക്കേണ്ടി വന്നതുകൊണ്ടാ. അതിനേക്കാൾ നല്ലത് ഹൗദ് മാത്രം നിർമ്മിച്ചാൽ മതിയായിരുന്നു. ഹൗദിൽ നിന്ന് ഉദു എടുക്കുന്നതിന് പകരം നമ്മൾ പള്ളിയിലെ പൈപ്പിൽ നിന്നാണ് ഉദു എടുക്കുന്നതെങ്കിൽ പൈപ്പ് തിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മുഖം കഴുകാൻ വെള്ളം ഇങ്ങോട്ട് എടുത്താൽ ഇത് ഓഫാക്കാൻ കഴിയോ? അപ്പത്തേക്ക് വെള്ളം ഇരുന്ന് പോകില്ലേ? അപ്പൊ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ഈ പോകുന്ന വെള്ളം അതിനാ പാഴാവൽ എന്ന് പറയാ. അത് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് അല്ലേ? എങ്ങനെ നമ്മൾ പൈപ്പ് തിരിച്ചു വെള്ളം എടുത്തു, ഇങ്ങോട്ട് പോവാണ്, വേറെന്ത് ചെയ്യാൻ പറ്റുക? വേറെ വെള്ളമില്ല, ഉദു എടുക്കണ്ടേ? ശ്രദ്ധിക്കാൻ പറ്റുന്ന ആള് ശ്രദ്ധിച്ചോളൂ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പൊക്കണിയും താക്കണിയും ചെയ്യുന്ന പൈപ്പാവണം. വെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നു, വെള്ളം നശിച്ചുകൊണ്ടിരിക്കുന്നു. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, മതിയായ അളവിൽ വെള്ളം കുടിക്കണം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, പെൺകുട്ടികളിൽ പല സ്ത്രീകളും വെള്ളം കുടി വളരെ കുറവാണ്. ഏറ്റവും വലിയ മൂത്രാശയ ദൂഷ്യ രോഗങ്ങൾ വെള്ളം കുടിയുടെ കുറവിന്റെ പേരിൽ സ്ത്രീകൾക്ക് വരുന്നു. ഗർഭകാലത്തെ പ്രശ്നങ്ങൾ സ്ത്രീകളിൽ വ്യാപിക്കുന്നു. ഗർഭകാലത്തായാലും അല്ലെങ്കിലും സ്ത്രീകൾ വെള്ളം കുടിക്കുന്നത് കുറയുന്നത് കൊണ്ടുള്ള ഒരുപാട് ദുരിത പ്രശ്നങ്ങൾ പറയാനുണ്ട്. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട്, ഹൃദയശക്തിയുമായി ബന്ധപ്പെട്ട കാര്യം എന്ന നിലയിലായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് തൽക്കാലം പോകുന്നില്ല. കൗമാരപ്രായം മുതൽ പെൺകുട്ടികളെ നന്നായി വെള്ളം കുടിപ്പിച്ച് ശീലിക്കണം. പെൺകുട്ടികളുള്ള വീട്ടുകാര് കൗമാരപ്രായത്തിൽ നന്നായി വെള്ളം കുടിച്ച് ശീലിപ്പിക്കണം പെൺകുട്ടികളെ കൊണ്ട്. ഗർഭിണികൾ പ്രത്യേകിച്ചും നന്നായി വെള്ളം കുടിക്കണം. നല്ല തണുത്ത കിണറിൽ നിന്ന് കോരിയ വെള്ളം കുടിക്കണം. പ്രഭാതത്തിൽ ശേഖരിക്കുന്ന വെള്ളത്തിന് ഗുണം കൂടും. കുടിക്കാൻ വേണ്ടി കിണറിൽ നിന്ന് പ്രഭാതത്തിൽ ശേഖരിക്കുന്ന വെള്ളത്തിന് ഗുണം കൂടും. അങ്ങനെ ഒരു വിഷയം കൂടിയുണ്ട്. പ്രഭാതം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് സുബ്ഹിന് മുമ്പുള്ള സമയമാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയാറുണ്ട്, ഈ ഹജ്ജ് പെരുന്നാളിന്റെ അന്നേ, ദുൽഹിജ്ജ 10-ന്റെ അന്ന് കോരുന്ന വെള്ളം സംസമാണ്. നിങ്ങളും കേട്ടിട്ടുണ്ടാവും. ഇത് വിവരമില്ലാത്ത വർത്താനാണ്, നിങ്ങൾ ആരും വിലയിരുത്തണ്ട. ഇത് വിവരമില്ലാത്ത മനുഷ്യന്മാരുടെ വർത്താനാണ് നിങ്ങൾ വിലയിരുത്തണ്ട. ഭൂമിയിലെ ഓരോ ഘടകത്തിനും ഓരോ ദിവസങ്ങളിൽ പ്രത്യേക ഗുണങ്ങൾ ഉണ്ടാകും. നിങ്ങളെന്താ മനസ്സിലാക്കിയത്? വ്യാഴാഴ്ച അസ്തമിച്ച രാത്രി നിങ്ങളുടെ ശരീരത്തിന് ശക്തി കൂടും. ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കോ? നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു മനുഷ്യന്റെ ശരീരത്തിന് ഏറ്റവും ശക്തി കൂടുന്ന ദിവസം വ്യാഴാഴ്ച രാത്രിയാണ്. അതുകൊണ്ടല്ലേ നമ്മളെല്ലാം നാട്ടിലെ പള്ളിയിൽ നിന്ന് ഉസ്താമാരൊക്കെ വ്യാഴാഴ്ച രാത്രി നാട്ടിൽ പോണില്ലേ? നിങ്ങളൊന്നും മനസ്സിലാക്കില്ല. വെള്ളിയാഴ്ച രാത്രിയാണ്. നാട്ടുകാർക്ക് ഇത് അറിയാത്തോണ്ട് ഓർവിന്റെ എപ്പം വെറുക്കുന്നേ, അവർക്ക് ഇനി ഇത് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, വ്യാഴാഴ്ച രാത്രി നമ്മളെ നാട്ടിലെപ്പോ കല്യാണം കൂടുതൽ നടക്കൽ എപ്പോഴാ? വ്യാഴാഴ്ചയാണ്. ഇതൊന്നും വിവരമില്ലാണ്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയത്. ചില ദിവസങ്ങൾക്ക് ചില സമയങ്ങൾക്ക് പ്രത്യേകത ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞുതരാണ്. നിങ്ങൾ പഠിച്ചോളി. ഇതൊക്കെ പഠിച്ച ഗുണമുള്ള കാര്യമാണ്. ക്ലാസ് ഒന്നും എപ്പോഴും നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഓക്കെ, അപ്പോ പിന്നെ എന്ന പോലെ ഇപ്പൊ ശ്വസിക്കാൻ, നേരത്തെ പറഞ്ഞില്ല, ശ്വസിക്കാൻ ഏറ്റവും നല്ല സമയത സുബ്ഹിന് മുമ്പാണ്. സുബ്ഹിന് മുമ്പ് ഉണർവോടുകൂടി നന്നായി ശ്വാസോച്ഛ്വാസം ചെയ്താൽ നല്ല ഗുണമാണ്. പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന ഓക്സിജൻ സുബ്ഹിന് മുമ്പ് ഉണ്ടാകും അന്തരീക്ഷത്തിൽ. സ്വർഗീയ പ്രഭ നിറഞ്ഞ ഇതൊരു ആത്മീയ ഭാഷയാണ്, ഇതൊരു സയന്റിഫിക് സ്ലാങ് അല്ല കേട്ടോ. സ്വർഗീയ പ്രഭ നിറഞ്ഞ വായുമണ്ഡലം സുബ്ഹിന് മുമ്പ് ഫജ്ർ സ്വാദിക്കിന്റെ സമയത്ത് അന്തരീക്ഷത്തിൽ ഉണ്ടാവും. ഫജ്ർ സ്വാദിക്കിന്റെ സമയത്ത് ഏതൊരു കാര്യത്തിലും ഏറ്റവും കൂടുതൽ ബർക്കത്തുള്ള സമയം, അഭിവൃദ്ധിയുള്ള സമയം, ബർക്കത്തുള്ള സമയം ഏതാണ്? ആ സമയം
സുബ്ഹിന് മുമ്പുള്ള സമയം, ആ സമയത്ത് ഉണർവോടുകൂടി ശ്വാസം കഴിച്ചാൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാവും ശരീരത്തിൽ എന്നതുപോലെ ആ സമയത്ത് ശേഖരിക്കുന്ന വെള്ളം ഏത് സമയത്ത്? ഗൾഫിൽ നടക്കൂല, നാട്ടിൽ വിളിച്ച് പറഞ്ഞാൽ മതി. നിങ്ങൾ ഇത് പ്ലാസ്റ്റിക്കിൽ നേരത്തെ എടുത്തു വെച്ചില്ലേ? ഞാൻ നാട്ടിലെ കഥയാ പറയണത്. ഇനി ഒന്നല്ലെങ്കിലും പലരും ഇപ്പൊ പോകാൻ ഒരുക്കി നിൽക്കുകയല്ലേ. അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. അപ്പോ പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, രാവിലെ നിങ്ങൾ വീട്ടിൽ വിളിച്ച് പറയണം എന്തൊക്കെയുണ്ട് വിശേഷം, കുട്ടികളെ കാര്യമൊക്കെ ചോദിക്കുന്നതോടൊപ്പം ഇനി മുതൽ രാവിലെ വെള്ളം കോരി വെക്കണം. ഹജ്ജ് വരുന്നൊക്കെ എന്തായാലും കോരിക്കോ, അത് സംസം പോലെ ആവാൻ സാധ്യത ഉണ്ട്. അത് ആരോഗ്യപരമായ ഒരുപാട് ഗുണങ്ങൾ നൽകാൻ സാധ്യത ഉണ്ട്. ബർക്കത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇബ്രാഹിമിയത്തിന് ഉപയോഗിക്കുന്നവരാ നമ്മള്. ബാരിക്കല മുഹമ്മദിൻ അല്ലേ, ബാരിക്കല സയ്യിദന മുഹമ്മദിൻ കമ ബാറക്തല ഇബ്രാഹിമ ഒക്കെ വലിയ വിഷയമാണ് കേട്ടോ. ബാറക്തല ഇബ്രാഹിമ വലിയ വിഷയമാണ്. ആഫിയത്തിലെ ബർക്കത്ത്, ആയുസ്സിലെ ബർക്കത്ത്, ഇബ്രാഹിമിയത്ത് പഠിക്കാനുണ്ട്. അതിൽ ഇബ്രാഹിമിയത്ത് പഠിക്കാനുണ്ട്. എന്താ മനസ്സിലാക്കിയത്? ഏറ്റവും വലിയ സന്താന പരമ്പരയുടെ പിതാവാകാൻ മാത്രം ഭാഗ്യം ലഭിച്ച ഇബ്രാഹിം നബി അലിഹിസ്സലാം, ഇസ്ഹാഖ് നബിയിലൂടെയും ഇസ്മായിൽ നബി അലിഹിസ്സലാമിലൂടെയും വലിയ രണ്ട് സന്താന പരമ്പരകളുടെ പിതാവാകാൻ മാത്രം ഭാഗ്യം ലഭിച്ച ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ശാരീരികമായ ബർക്കത്ത് പഠിക്കേണ്ട വിഷയമാണ്. എന്തിനാണ്? ബാരിക അലാ സയ്യിദന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദന മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം. ഇത് പഠിക്കേണ്ട വിഷയമാണ്. ഇത് പഠിക്കേണ്ട വിഷയമാണ്. സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിട്ടേണ്ട ഒരു ഗുണത്തെ അഷ്റഫുൽ ഖൽഖായ നബിമാരുടെ സയ്യിദായ സയ്യിദുൽ അംബിയാ, നബിമാരുടെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിട്ടേണ്ടുന്ന ഒരു ഗുണത്തെ ഇബ്രാഹിം നബിക്കും അവരുടെ കുടുംബത്തിനും കൊടുത്തതുപോലെ, ഇബ്രാഹിം നബിക്കും അവരുടെ കുടുംബത്തിനും കൊടുത്ത പോലെ, ഏറ്റവും വലിയ സന്താന പരമ്പരയുടെ പിതാവ്, ലോകത്ത് ഏറ്റവും കൂടുതൽ നബിമാര് വന്ന സന്താന പരമ്പര ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഇസ്ഹാഖ് എന്ന പുത്രനിലൂടെയാണ്. ഇസ്ഹാഖ് എന്ന പുത്രനിലൂടെയാണ്. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന് ഇസ്രായേൽ എന്ന് പേരുണ്ട്. ഇസ്രായേൽ എന്ന നാട്ടിൽ തരീഖുൽ വഹി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. തരീഖുൽ വഹി, ഏറ്റവും കൂടുതൽ നബിമാർ പാർത്ത ഇടം, അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വഹി ഇറങ്ങിയ സ്ഥലം. മക്കത്ത് വന്ന അതുകൊണ്ടല്ലേ രോഗം മാറുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പൊന്നുമോന്റെ കാല് മുട്ടിയ സ്ഥലത്ത് നിന്നല്ലേ സംസം ഉണ്ടായത്. ലിമാശ്വരി ബലഹു, വെള്ളത്തെ കുറിച്ച് പറയുന്നിടത്ത് പറയേണ്ട ഒരു കാര്യമല്ലേ അത്. ലിമാശ്വരി ബലഹു, ഏതൊന്നുദ്ദേശിച്ചാണോ സംസം കുടിക്കുന്നത് ആ ഒന്ന് നിങ്ങൾ എത്തിക്കപ്പെടും. വിശ്വാസികളുടെ കാര്യത്തിലാണ്, മുഅ്മിനുകളുടെ കാര്യത്തിലാണ്, മുസ്ലിമികളുടെ കാര്യത്തിലല്ല കേട്ടോ, മുഅ്മിനുകളുടെ കാര്യത്തിൽ. എത്ര ആള് സംസം കുടിക്കണം? എത്ര ആള് സംസം കുടിക്കണം? സംസം തീർന്നല്ല, എന്ത് കാര്യം ഉണ്ടായിരുന്നു? ഒരു കാര്യം ഉണ്ടായിട്ടില്ല. മുഅ്മിനീങ്ങളുടെ കാര്യത്തിൽ ലിമാശ്വരി ബലഹു, ഈമാനും യഖീനൊക്കെ ഓർക്ക് പറഞ്ഞതാ. ലിമാശ്വരി ബലഹു, അള്ളാഹു സംസം കുടിക്കുമ്പോ എന്തൊക്കെ ഉദ്ദേശിക്കുന്നോ അത് ജീവിതത്തിൽ അനുഭവിക്കുന്ന ഭാഗ്യം തന്നെ നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. അപ്പൊ ആരോഗ്യ വിഷയത്തിൽ, ദീർഘായുസിന്റെ വിഷയത്തിൽ, ആഫിയത്തിന്റെ വിഷയത്തിൽ വലിയ മാതൃകയുണ്ട് സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാമിൽ. അപ്പൊ ബർക്കത്ത്, ഹജ്ജ് പെരുന്നാളിന്റെ പുലർച്ചെ കോരുന്ന വെള്ള സംസമാണെന്ന് പറഞ്ഞ് നമ്മുടെ ഉമ്മമാര് നമ്മളെ കുടിപ്പിച്ചിരുന്നു. അത് കേവലം അറിവില്ലായ്മയല്ല, അറിവിന്റെ കടുപ്പോ. കാര്യം ഓരോ പ്രഭാതത്തിലും കുടിക്കാൻ വേണ്ടി ശേഖരിക്കുന്ന വെള്ളത്തിൽ അമൂല്യമായ ഗുണമുണ്ട്. അതായത് ആത്മീയ ഭാഷയിൽ പറഞ്ഞാൽ നൂറാനിയായ ഗുണമുണ്ട്. നൂറാനിയായ ഗുണമുണ്ട്. അള്ളാഹു പ്രത്യേകം നിക്ഷേപിക്കുന്ന പ്രകാശ ഗുണമുണ്ട്. അത് മനസ്സിലാകാനാണ് എല്ലാ ദിവസവും ഒരുപോലെ അല്ല എന്ന് പറഞ്ഞത്. ഇപ്പൊ കുഞ്ഞുങ്ങളില്ലാത്തൊരു ദമ്പതിമാര് അവര് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വെള്ളിയാഴ്ച പകലാവട്ടെ, ജുമഅക്ക് മുമ്പ്. വെള്ളിയാഴ്ച പകൽ, അതിന്റെ മാറ്റം അവരിൽ കാണും. ശാരീരികമായ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഏറ്റവും ബർക്കത്തുடைய സമയം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച പകലിൽ. വ്യാഴാഴ്ച അസ്തമിച്ച രാവ്, വെള്ളിയാഴ്ച പകൽ. എന്നാൽ വെള്ളിയാഴ്ച പകലിന് പ്രത്യേകതയുണ്ട്. ആ ബന്ധത്തിൽ ജനിക്കുന്ന കുഞ്ഞിന്റെ ബുദ്ധിശക്തി, ഓർമ്മശക്തി, ശാരീരിക ശക്തി അപാരമായിരിക്കും. അപ്പൊ സമയത്തിന് പ്രത്യേകതയുണ്ട്. ഓരോ സമയത്തിലും നമ്മൾ സ്വീകരിക്കുന്ന വസ്തുക്കൾക്ക് പ്രത്യേകതയുണ്ട്. ഓരോ സമയത്തും നമ്മൾ സ്വീകരിക്കുന്ന വസ്തുക്കൾക്ക് പ്രത്യേകത ഉണ്ട്.
നമ്മളുടെ സമീപനങ്ങൾക്ക് പ്രത്യേകതയുണ്ട്, നമ്മുടെ സംസാരങ്ങൾക്ക് പ്രത്യേകതയുണ്ട്, നമ്മുടെ സംസാരങ്ങൾക്ക് പ്രത്യേകതയുണ്ട്, ദുആഇന് പ്രത്യേകതയുണ്ട്. അള്ളാഹു പരമാവധി കാര്യങ്ങൾ യഥാവിധി ചെയ്യുവാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പം വെള്ളം കുടിക്കുക, രാവിലെ ശേഖരിച്ച വെള്ളമാവുമ്പോൾ കുറച്ചുകൂടി ഗുണമുണ്ടാകും എന്നതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇതാണ് രണ്ടാമത്തെ കാര്യം. അതിൽ പറ്റുമെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറയേണ്ടതില്ല, പരമാവധി സംസം കുടിക്കുക, പരമാവധി സംസം കുടിക്കുക. അരുവിയിൽ നിന്ന് കിട്ടുന്ന വെള്ളം കിട്ടുമെങ്കിൽ കുടിക്കുക. അന്തരീക്ഷ സംബന്ധമായ അറിവുള്ള പ്രകൃതി ശാസ്ത്രം അറിയുന്നവരോട് ചോദിച്ചിട്ട് അരുവിയിലൂടെ ഒഴുകുന്ന വെള്ളം കിട്ടുമെങ്കിൽ കുടിക്കുന്നത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. കിട്ടുമെങ്കിൽ ഞാൻ പറഞ്ഞത്, കിട്ടുമെങ്കിൽ ശേഖരിച്ച് കുടിക്കുക. അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല, എവിടെ ഉണ്ടോന്ന് അറിയില്ല. നാട്ടിൽ കിട്ടും, നാട്ടിൽ കിട്ടും. മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ ഗർഭിണിയായ സമയത്ത് ശാരീരികമായും മാനസികവുമായിട്ടുള്ള അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അരുവിയിലൂടെ ഒഴുകുന്ന വെള്ളം കുടിക്കാൻ പറഞ്ഞു. അത് വെറുതെ അങ്ങനെ പറഞ്ഞൊന്നുമല്ല, അരുവിയിലൂടെ ഒഴുകുന്ന വെള്ളം കുടിക്കാൻ പറഞ്ഞു. ആരോട്? മറിയം ബീബി റളിയല്ലാഹു തആല അൻഹായോട്. ഈത്തപ്പഴം കഴിക്കുക, റുത്തബ് കഴിക്കുക, കൂടെ വെള്ളം കുടിക്കുക. അരുവിയിലൂടെ ഒഴുകുന്ന വെള്ളത്തിന് അതിൻ്റെതായ ഒരുപാട് ആരോഗ്യപരമായ ഗുണങ്ങൾ നമുക്ക് നൽകാൻ കഴിയും. പ്രത്യേകിച്ചും വലിയ മലയിടുക്കുകളിൽ നിന്ന് ഒഴുകി വരുന്നതാണെങ്കിൽ. പഴയ കാലത്തൊക്കെ ജനങ്ങൾ ഇത്തരം വെള്ളം ശേഖരിച്ച് കുടിക്കാറുണ്ടായിരുന്നു. മലയോര പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ആരോഗ്യത്തിന്റെ ഒരു കാര്യം, മലയോര പ്രദേശങ്ങളിലെ ജനങ്ങൾ സാധാരണ ടൗൺഷിപ്പുകളിൽ താമസിക്കുന്നവരെക്കാൾ ആരോഗ്യമുള്ളവരാകുന്നതിന്റെ പിന്നിലെ ഒരു രഹസ്യം ഇതുകൂടിയാണ്. അരുവികളിൽ നിന്ന് വെള്ളം ശേഖരിച്ച് കുടിക്കാൻ അവർക്ക് അവസരമുണ്ട്. അതുപോലെ ഹൃദയത്തെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന, ഹൃദയത്തിന്റെ ചില ഗുണങ്ങളെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന വെള്ളമാണ് ഇളനീർ വെള്ളം, അല്ലെങ്കിൽ കരിക്കിൻ വെള്ളം. ഇതിപ്പോ ഇവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല, നാട്ടിൽ കിട്ടും. പ്രത്യേകിച്ചും ഹൃദ്രോഗികൾ ഉണ്ടെങ്കിൽ അവര് വല്ലപ്പോഴൊക്കെ കരിക്കിന്റെ വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ ഇളനീർ വെള്ളം കുടിക്കണം. കരിക്കിന്റെ വെള്ളമോ ഇളനീർ വെള്ളമോ ഹൃദയ സംബന്ധമായ ക്ഷീണമുള്ളവർ, ഹൃദയ സംബന്ധമായ രോഗമുള്ളവർ, ഹൃദയ സംബന്ധമായ ബലഹീനത ഉള്ളവർ കുടിക്കണം. പ്രത്യേകിച്ചും ഗർഭിണികൾക്ക് എല്ലാ ദിവസവും 100 മില്ലി, അങ്ങനെ ഒരു കണക്ക് തന്നെ പറയുന്നുണ്ട്. ഒരു ഗർഭിണിയായ സ്ത്രീ എല്ലാ ദിവസവും 100 മില്ലി വീതം വെള്ളം കുടിക്കുന്നത്, 100 മില്ലി വീതം കരിക്കിന്റെ വെള്ളം കുടിക്കുന്നത് ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിക്കാൻ സഹായിക്കും. പക്ഷെ ഇവിടുന്ന് ആകുമ്പോൾ നടക്കുമെന്ന് എനിക്കറിയില്ല. നാട്ടിലേക്ക് അയക്കേണ്ടി വരും കേട്ടോ, നാട്ടിലേക്ക് അയക്കേണ്ടി വരും. മാത്രമല്ല അതിന്റെ ഒരു പ്രത്യേക രൂപം കൂടി ഞാൻ പറഞ്ഞുതരാം. സഹോദരിമാരുള്ളത് കൊണ്ട് അതിന്റെ ഒരു രൂപം കൂടി ഞാൻ പറഞ്ഞുതരാം. വെറും കരിക്കിൻ വെള്ളം മാത്രമാവാതെ നല്ല പഴുത്ത പപ്പായ കിട്ടുമെങ്കിൽ, നല്ല പഴുത്ത പപ്പായ, കർമൂസ, പല നാട്ടിൽ പല പേരാണ്, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ കപ്പക്കാന്ന് പറയും, എന്തോ ആവട്ടെ. ഈ വസ്തു പഴുത്തത്, നന്നായി പഴുത്തത് ഒരു 100 ഗ്രാം 100 മില്ലി കരിക്കിൻ വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്ത് ഉടച്ചെടുത്തിട്ട് ഗർഭകാലത്ത് ഒരു സ്ത്രീ സ്ഥിരമായി ഉപയോഗിക്കുന്നത് നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിക്കാൻ സഹായിക്കും. അനീമിയ തടയാൻ കാരണമായി തീരും, അനീമിയ തടയാൻ കാരണമായി തീരും. ശക്തിയുള്ള ഹൃദയം അവൾക്കും ഉണ്ടാവും, കുഞ്ഞിനും ഉണ്ടാവും. മനസ്സിലാക്കണം. പല സ്ത്രീകളും ഗർഭധാരണത്തിലൂടെയും പ്രസവത്തിലൂടെയും നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നമാണ് അനീമിയ, വർദ്ധിച്ചു വരുന്ന അനീമിയ, വിളർച്ചാരോഗം. രക്തം മതിയായ അളവിൽ ശരീരത്തിൽ ഇല്ലാണ്ടാവുന്ന രോഗം, വിളർച്ചാരോഗം. നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ പൊതുവെ എന്തെങ്കിലും ജോലിയൊക്കെ ക്ഷീണിച്ച ഒരാളാണെങ്കിൽ, ജോലി ചെയ്ത് ക്ഷീണിച്ചവരൊക്കെ ആണെങ്കിൽ, ക്ഷീണം എപ്പോഴും തോന്നുന്നവരാണെങ്കിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കുടിക്കുന്നത് ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കും. മനസ്സിലായില്ല? നമ്മുടെയൊക്കെ നാട്ടിലുണ്ടേ അല്ലേ, അവര് സോഡയിലാണ്, എന്തായാലും പറയാ, ലൈം സോഡ എന്ന് പറയും. ബെറ്റർ പച്ചവെള്ളത്തിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ് ഉപ്പ് ചേർത്ത് കുടിക്കുന്നത് ക്ഷീണത്തെ അകറ്റുന്നതോടൊപ്പം ഹൃദയത്തെ ആരോഗ്യമുള്ളതാക്കി തീർക്കും. അങ്ങനെ ഒരു പഠനം കൂടി നമുക്കതിൽ പഠിക്കാനുണ്ട്. കാരണം ഈ രൂപത്തിൽ കഴിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 70ഓളം രോഗങ്ങൾക്ക് ശിഫയുണ്ട് എന്ന് പ്രഖ്യാപിച്ച അമൂല്യ ഔഷധ ഗുണമുള്ള ഒരു വസ്തുവാണ് ഉപ്പ്. പലരും ഇപ്പോൾ അത് കഴിക്കാൻ പേടിയുള്ളവരാണെന്ന് എനിക്കറിയാം, അല്ലേ?
ഡോക്ടർമാർ അങ്ങനെ പറയും. അവര് പഠിച്ചത് അവർ പറഞ്ഞു, അവരെ കുറ്റം പറയണ്ട കേട്ടോ. അവര് പഠിച്ച സയൻസ് അവർ പറയണം. ഇപ്പം അമ്പലത്തിലെ പൂജാരി കുറെ ദൈവങ്ങളെ പൂജിക്കാനല്ലേ പറയുന്നത്. അദ്ദേഹം പഠിച്ചതാണ്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് സത്യമാണ്. നമ്മളെന്താ പറയുന്നത്? നമ്മളെ പള്ളിയിൽ ഉസ്താദ് എന്താ പറയുന്നത്? അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. രണ്ടും കാര്യപ്പെട്ടവളാണ്, മനസ്സിലായില്ലേ? അപ്പൊ ആ ഡോക്ടർ അവർ പഠിച്ച പുസ്തകത്തിൽ അത് പറയുന്നു. നമ്മൾ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്, നമ്മുടെ എല്ലാ കാലത്തെയും എക്കാലത്തെയും ഉസ്വത്തുൻ ഹസന, നമുക്ക് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ് ശാസ്ത്രം, ജീവിത വഴി. 70ഓളം രോഗങ്ങൾക്ക് ശിഫയുണ്ട് ഉപ്പിൽ എന്ന് നേർക്ക് നേരെ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അത് കല്ലുപ്പാണ്, പൊടിയുപ്പല്ല എന്ന് ഞാൻ പ്രത്യേകം പറയുകയും ചെയ്യാം. പൊടിയുപ്പല്ല, പൊടിയുപ്പൊക്കെ ഇങ്ങനെ തൈറോയിഡിന്റെ എല്ലാം പ്രശ്നം കൂട്ടാന്നല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല, മനസ്സിലായില്ലേ? തൈറോയിഡ് സംബന്ധമായ പ്രശ്നങ്ങൾ സ്ത്രീകളിലായാലും മറ്റുള്ളവരിലായാലും ഇപ്പൊ വർദ്ധിച്ചത് നമ്മളൊക്കെ ഭക്ഷ്യ വസ്തുവായി ഉപ്പ് ഉപയോഗിക്കുന്ന പൊടിയുപ്പ. ദയവ് ചെയ്ത് കല്ലുപ്പിലേക്ക് തന്നെ മാറണം. ഇനി പൊടിയുപ്പയെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ കല്ലുപ്പ് വാങ്ങിയിട്ട് പൊടിച്ചു വന്ന പൊടിയായല്ലോ. ഈ പെണ്ണുങ്ങൾക്കൊക്കെ വെറുതെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു സമയം ഉണ്ടാവല്ലോ, പാക്കറ്റ് വാങ്ങിക്കൊണ്ടു കുത്തി പൊടിക്കന്നെ, എന്നാ കാണുമ്പോൾ പൊടിയുപ്പ് തന്നെ, ഗുണത്തിൽ കല്ലുപ്പായി. അത്ഭുതകരമായ ഔഷധ ഗുണമുള്ള വസ്തുവാണ് ഉപ്പ്. 70ഓളം രോഗങ്ങൾക്ക് ശിഫയുണ്ട് എന്നാ പറഞ്ഞത്. മാത്രമല്ല ചെറുനാരങ്ങ കൂടി ചേർക്കുമ്പോൾ അത് വീണ്ടും ഗുണമുള്ളതായി. ചെറുനാരങ്ങ എന്ന് പറയുന്നത് അമൂല്യ ഔഷധ ഗുണമുള്ള വസ്തുവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വൈദ്യശാസ്ത്രം കൈകാര്യം ചെയ്ത ഉലമാക്കൾ, അതായത് ഇമാമിങ്ങൾ, ചെറുനാരങ്ങയിലെ അമൂല്യമായ ഔഷധ ഗുണത്തെ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ശ്വാസകോശ സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ചെറുനാരങ്ങയ്ക്ക് കഴിയും. ഉദര സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഔഷധമായി ചെറുനാരങ്ങ വരുന്നുണ്ട്. ചെറുനാരങ്ങ അമൂല്യമായ ഔഷധമാണ്. അതിന്റെ തൊലി പോലും അമൂല്യമായ ഔഷധമാണ്. അപ്പൊ ചെറുനാരങ്ങ ലായനിയിൽ വെള്ളം ചേർത്ത് ഉപ്പ് ചേർത്ത് കഴിക്കുന്നത് ഹൃദയത്തിന് ശക്തി ഉണ്ടാവും. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇന്നലിപ്പം ശുദ്ധിക്കാണെന്ന് തോന്നുന്നു, ചെറുനാരങ്ങ വെള്ളം വാങ്ങിയിട്ട് എന്തോ ഒരു സമരം നിർത്തുന്നത് കണ്ടു നമ്മള്, അല്ലേ? ടി ശുദ്ധിക്ക് മന്ത്രിമാരൊക്കെ നിരാഹാര സമരം കിടന്ന് എന്ത് വെള്ളം കുടിക്കുക? എന്തിന്? കുറെ ദിവസം ശരിക്കും തിന്നാണ്ട് തന്നെ ഇവനെ തടി തളർന്നു പോകും. പിന്നെയും വെല്ലു വിളിക്കാൻ ഉഷാറ് വേണ്ടേ? അപ്പൊ ആ ഉഷാറ് കിട്ടണമെങ്കിൽ ഹൃദയത്തിന് ശക്തി വേണ്ടേ? ആ ശക്തിയിലേക്ക് ഈ ചങ്ങായിനെ കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം? ചെറുനാരങ്ങ ലായനി തന്നെ വേണം. അപ്പൊ ചെറുനാരങ്ങ പിഴിഞ്ഞ വെള്ളം ഉപ്പ് ചേർത്ത് കൊടുത്ത് നമ്മൾ കൊടുക്കുന്നു. ഹൃദയ ക്ഷീണത്തെ അകറ്റാൻ നല്ലതാണ്. പ്രത്യേകിച്ചും വെയിൽ കൊണ്ട് യാത്ര ചെയ്തൊക്കെ വരുന്ന ക്ഷീണമുള്ളവർക്ക് നല്ലൊരു പാനീയമാണ് ചെറുനാരങ്ങ ചേർത്ത ഈ ഉപ്പ് ചേർത്ത വെള്ളം എന്ന് പറയുന്നത്. ഇത്രയുമാണ് വെള്ളവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പം ആദ്യം നമ്മൾ പറഞ്ഞത് നല്ല ശ്വസനം എന്നതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് നല്ല പാനീയം എന്നതാണ്. മൂന്നാമതായി ഒരു മനുഷ്യന്റെ ആരോഗ്യം നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകം നല്ല ഭക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു അത്ഭുതകരമായ വസ്തുത, ഗുണം കിട്ടുന്ന വസ്തുക്കൾ, ക്വാളിറ്റി കൂടിയ വസ്തുക്കൾ, അതായത് കഴിച്ചാൽ ഗുണം കൂടുതൽ കിട്ടുന്ന വസ്തുക്കൾ കുറഞ്ഞ അളവിൽ കഴിക്കുന്ന ഒരു ഭക്ഷണ രീതിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുവർത്തിച്ചിരുന്നത്. നമ്മൾ നേരെ എതിരാണ്. കഴിച്ചാൽ ഗുണം കിട്ടണമെന്നില്ല, വയറ് നിറഞ്ഞിട്ടൊരു സമാധാനം കിട്ടാനുണ്ട്. നമുക്കൊരു സമാധാനം, അങ്ങനെ ഒരു സമാധാനമാണ്. എന്തോ ശരിയായില്ല, എന്നിട്ട് ഹോട്ടലിൽ പോയി ചായ കുടിക്കുന്ന വമ്പന്മാരൊക്കെ ഉണ്ട്. ഏത് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പീടികയിലെത്തിയപ്പോ ടൗണിലെത്തിയപ്പോഴാണ് എന്തോ ഒരു ഉറുമ്പത്തായിട്ടില്ല പറയാം. നമ്മളെ തളിപ്പറമ്പിലെ ഭാഷ പറഞ്ഞാൽ ഒരു ഉറുമ്പത്തായിട്ടില്ല നാസ്ത കഴിച്ചിട്ട്. നല്ല ഭാഷ കേട്ടോ അത്. ഒന്ന് റാഹത്തായിട്ടില്ല, ഒരു ചായയും എടുത്തെന്ന് പറയും. വെറും ചായ ആക്കേണ്ട ഒരു പഴംപുരിയും കൂടി എടുത്തോ, അല്ലെങ്കിൽ പിന്നെ ഒരു അല്ലേ മുട്ടാപ്പ് എടുത്തോ, അല്ലെങ്കിൽ എന്താ പറയാന്നല്ല, പൊരിച്ചപത്തിരി മലപ്പുറത്തൊക്കെ ആണെങ്കിൽ കോഴിക്കോടൊക്കെ ആണെങ്കിൽ അട്ടിപ്പത്തിരിയും ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാവും. റാഹത്തായിട്ടില്ല. നമുക്കൊരു തോന്നലാണ്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭക്ഷണ രീതി നോക്കൂ. ഗുണം കൂടിയ വസ്തുക്കൾ, ഒന്നുകൂടി ശ്രദ്ധിക്കൂ, ഇവിടെ ഗുണം കൂടിയ വസ്തുക്കൾ കുറഞ്ഞ അളവിൽ കഴിക്കുന്ന രീതിയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രീതി. നമുക്കും അത്തരം രീതികളൊക്കെ ജീവിതത്തിൽ അനുവർത്തിക്കാൻ അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാനിത് പ്രസംഗിച്ചതുകൊണ്ടോ നിങ്ങളിത് കേട്ടതുകൊണ്ടോ കാര്യമില്ല. നമ്മൾ പിന്നെയും ഭക്ഷണം കാണുമ്പോഴത്തേക്ക് ഈ കവാത്ത് മറന്നുപോയാൽ ആകെ പിടുത്തം വിട്ടു. ഇന്നും കൂടി എങ്ങനെയെങ്കിലും ഇങ്ങനെ പോയിട്ട് നമുക്ക് നാളെ മുതൽ അത് നടക്കൂല, മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ പറയുന്ന വമ്പന്മാരെങ്കിൽ ഇന്നും കൂടി ഇങ്ങനെ പോയിട്ട് സാറില്ല, നമുക്ക് നാളെ മുതൽ ശരിയാക്കാം, എല്ലാം നാട്ടിൽ പോയിട്ട് തുടങ്ങാം, അങ്ങനെ പറയുന്ന ആളൊക്കെ ഉണ്ടാവും. നാട്ടിൽ പോയിട്ട് തുടങ്ങാം, വീടിന് ഇതൊന്നും തിന്നില്ലേ മുന്നോട്ട് പോകാൻ കഴിയില്ല, അങ്ങനെ ദയവേത് പറയരുത്. നിങ്ങൾക്ക് ആയുസ് വേണം, നിങ്ങൾക്ക് ആഫിയത്ത് വേണം, നിങ്ങൾ അതിനുവേണ്ടി ഭക്ഷണത്തിന്റെ അളവ് ചുരുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മനസ്സിലായില്ലേ? ഭക്ഷണത്തിൽ ഒന്നാം സ്ഥാനത്ത് എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഒരു മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒന്നാം സ്ഥാനം എന്തിനാ?
നിങ്ങൾ പറയും. ഒന്നും പറയുന്നില്ലല്ലോ. പറഞ്ഞോളി. ഇവിടെ തെറ്റലില്ല, ഉത്തരം തെറ്റലൊന്നുമില്ല. ഞാനും നിങ്ങളൊക്കെ തില്ല. സ്റ്റാർച്ച്. അതെ, പ്രാതൽ നന്നായി കഴിക്കലാണ് ഭക്ഷണത്തിൽ ഏറ്റവും, അത് നല്ലൊരു മറുപടിയാണ്. കരയ്ക്ക് നല്ല ഭക്ഷണമാണ്. അൽഹംദുലില്ലാഹ്. ഏറ്റവും നല്ല ഭക്ഷണം പാലാണ്. ഏറ്റവും നല്ല ഭക്ഷണം പാലാണ്. നമ്മൾ എത്ര പേർ കഴിക്കുന്നുണ്ട്? കാഴ്ചയിൽ പാനീയമാണ്, പക്ഷെ ഭക്ഷണമാണ്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇവിടെ ശ്രദ്ധിക്കുന്നില്ലേ? കാഴ്ചയിൽ പാനീയമാണ്, പക്ഷേ ഭക്ഷണത്തെ, പാല് ഭക്ഷണമായി കിട്ടിയാൽ നിങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി ദുആ ചെയ്യരുതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളിൽ പലർക്കും പാൽ ഇഷ്ടമല്ല. പിന്നെ നല്ല പാല് കിട്ടാനുണ്ടോ എന്ന് എനിക്കറിയാം. കഴിഞ്ഞ തവണ വന്നപ്പോ പറഞ്ഞിരുന്നു ഒട്ടകത്തിന്റെ പാലൊക്കെ കിട്ടും, കുടിക്കണം എന്ന് പറഞ്ഞിരുന്നില്ലേ? പാലിൽ ഒന്നാം സ്ഥാനം ഒട്ടകത്തിന്റെ പാൽ തന്നെയാണ്. രണ്ടാമത് ആട്ടിന്റെ പാലാണ്. മൂന്നാമത് പശുവിന്റെ പാലാണ്. ഗുണത്തിൽ പിന്നെ എപ്പോഴും ഒട്ടകത്തിന്റെ പാലൊന്നും വാങ്ങി കുടിക്കാനുള്ള കപ്പാസിറ്റി ഒരുപക്ഷെ നമുക്ക് ഉണ്ടാവില്ല. പിന്നെ ഒട്ടകത്തിന്റെ ഫോട്ടോ നോക്കി സാധാ പാല് കുടിക്കേണ്ടി വരും. അങ്ങനെയെങ്കിലും തൃപ്തിയാവാല്ല. അങ്ങനെ ഉണ്ടല്ലോ മുമ്പ് പെണ്ണുങ്ങന്മാർ ചിലപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യലേ. കൊമ്പത്തെ കോയി എന്നിട്ടൊരു സാധനമുണ്ട്. മുരിങ്ങക്കായ്ക്ക് നാട്ടും പുറത്ത് പറയുന്ന ഒരു വാക്ക് കൊമ്പത്തെ കോയി എന്ന് കേട്ടില്ല? മുരിങ്ങക്കായ എന്നുള്ള ഒരു സാധനമില്ലേ? അയ് നല്ല, നിങ്ങൾ ഞാണുങ്ങന്മാർക്ക് ഇതൊന്നും അറിയില്ല. പിന്നെ എവിടെ നിങ്ങൾ മുന്നോട്ട് പോവാ? നിങ്ങൾക്ക് വേണ്ട ഭക്ഷണമല്ലേ ഇത്? അപ്പൊ മുരിങ്ങക്കായക്ക് നാട്ടും പുറത്ത് പറയുന്ന ഒരു പേരുണ്ട്, കൊമ്പത്തെ കോഴി. കാരണം തേങ്ങ അരച്ച് രസത്തിൽ വെച്ച കോഴിക്കറിയേക്കാൾ രുചിയുള്ള സാധന. മനസ്സിലായില്ലേ? കൊമ്പത്തെ കോഴി എന്നാ പറയാ. സംഭവം കോഴിയാണ്, കോഴിന്റെ ഗുണം വേറെയുണ്ട് എന്ന് ഞാൻ പിന്നെ പറയാത്തത്. ഓക്കെ, അപ്പൊ പാലിനെ കുറിച്ച് പറയാം നമുക്ക്. നമ്മുടെ വിഷയം പാലാണ്. ഭക്ഷണത്തിൽ ഒന്നാം സ്ഥാനം പാലാണ്. പക്ഷെ നമ്മുടെ നിർഭാഗ്യത്തിന് നമ്മളത് എന്താക്കുന്നില്ല, കഴിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ആദ്യം തന്ന ഭക്ഷണം പാലല്ലേ? നിങ്ങൾ എന്താ ഇവിടെ ശ്രദ്ധിക്കാത്തത്? ദുനിയാവിൽ നമുക്ക് ആദ്യം തന്ന ഭക്ഷണം പാലാണ്. നമ്മുടെ ഉമ്മയുടെ മാതാവിന്റെ മാർവിടത്തിലൂടെ അമൂല്യ ഗുണമുള്ള പാല് തന്നാണ് അള്ളാഹു നമ്മളെ ഭക്ഷിപ്പിച്ചത്. 6 മാസം മറ്റൊരു ഭക്ഷണം കൊടുക്കരുത് എന്നുള്ള നിർദ്ദേശം കൂടി സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ? അത്രയും അമൂല്യമായ ഭക്ഷണം. ഈ പാല് കുടിച്ച് കുഞ്ഞിന്റെ വിശപ്പ് മാറുന്നില്ലേ? ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ട ഭക്ഷണങ്ങളിൽ പാലുണ്ടായിരുന്നു. പാല് കറന്ന് കുടിച്ച് വിശപ്പ് മാറ്റിയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് പ്രയാസമാവില്ലെങ്കിൽ, നാട്ടിലെത്തിയാലെങ്കിലും ഇതിനൊക്കെ സാഹചര്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഞാനൊരു ഇൽമ പറഞ്ഞു. ഹൃദയ ആരോഗ്യം സംരക്ഷിക്കാൻ ഒന്നാമത്തെ മാർഗം നല്ല ശ്വസനം, രണ്ടാമത്തെ മാർഗം നല്ല പാനീയം, മൂന്നാമത്തെ മാർഗം നല്ല ഭക്ഷണം. നല്ല ഭക്ഷണത്തിൽ ഒന്നാം സ്ഥാനം കാഴ്ചയിൽ പാനീയമാണ്, പക്ഷെ ഭക്ഷണമാണ്. കാരണം അന്നജം, മാംസ്യം, കൊഴുപ്പ്, ലവണങ്ങൾ, ഒരു മനുഷ്യ ശരീരത്തിന് ആവശ്യമായ ഊർജത്തിന്റെ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഇങ്ങനെ ഒരു സമീകൃതാഹാരം നമുക്ക് വേറെ കിട്ടാനില്ല. കൊളസ്ട്രോൾ ഇല്ല. ഈ ചില പ്രയോഗങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് പറയണ, ചില പ്രയോഗങ്ങളൊക്കെ ഒരു ഭക്ഷണവും, ഞാൻ അങ്ങനെ ഒരു ചോദ്യം വന്നുകൊണ്ട്, ഒരു ഭക്ഷണവും മനുഷ്യനെ അടങ്ങേറാക്കുന്നതില്ല. മനുഷ്യൻ കഴിക്കുന്ന രീതി തെറ്റിയാലോ അളവ് തെറ്റിയാലോ മാത്രമേ ഏതൊരു ഭക്ഷണവും രോഗമാവൂ. അല്ലാതെ പാല് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ശുദ്ധ അബദ്ധമാണ്. മനുഷ്യനെ കുറിച്ചുള്ള അറിവിൽ സംബന്ധിച്ച പിഴവിൽ നിന്നാണ് ഇത്തരം വാക്കുകൾ പറയേണ്ടി വന്നത്. പാല് നമ്മളെക്കാൾ നന്നായി കുടിച്ചൊരു സമൂഹം നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടില്ലേ? വേവിച്ച് കഴിക്കാം, വേവിക്കാതെ കഴിക്കാം. നമ്മളെക്കാൾ മുമ്പ് ഇത് കഴിച്ചൊരു സമൂഹം ഇവിടെ കഴിഞ്ഞു പോയിട്ടില്ലേ? എല്ലാം നമ്മൾ അതിന് ഒരു മൊത്തത്തിൽ ഞാൻ പറയാം, ഏതൊരു ഭക്ഷണവും മനുഷ്യ ശരീരത്തിന് ഗുണമുള്ളതാണ്. ഇറച്ചിയായാലും, മീനായാലും, അരിയായാലും, ഗോതമ്പായാലും, ഇലക്കറി ആയാലും, പിന്നെ ധാന്യം, എല്ലാം മനുഷ്യന്റെ ശരീരത്തിന് ഗുണം കിട്ടുന്ന വസ്തുക്കളാണ്. പിന്നെ എന്താ ഇതിലേക്കൊക്കെ ദോഷം പറയണത്? അതിന്റെ രീതി തെറ്റുമ്പോഴാണ്. ഇപ്പൊ രാവിലെയാണ് ഒരാൾ വ്യായാമം ചെയ്യുന്നതെങ്കിൽ അത് ശരീരത്തിന് ഗുണം ചെയ്യും. വൈകുന്നേരം ആണെങ്കിലോ ഗുണമൊന്നും ചെയ്യില്ല. വ്യായാമം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വൈകുന്നേരം എന്ന് പറയുന്നത് ശരീരം സ്വമേധയാ വിശ്രമത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന സമയമാണ്.
ഒരു മനുഷ്യന്റെ വൈകുന്നേരം എന്ന് പറയുന്നത് വിശ്രമത്തിലേക്ക് ശരീരത്തിന് താല്പര്യം വരുന്ന സമയമാണ്. ആ സമയം കൊണ്ടുപോയിട്ട് ഇതൊക്കെ പൊക്കിയിട്ട് ഇങ്ങനെ ഊർജ്ജം ഉണ്ടാക്കിയിട്ട് എന്താക്കാനാണ്? ജിമ്മേ, ഞാൻ അങ്ങനെ പറഞ്ഞതാ. സംഭവം നല്ലതാണ്, നല്ല മസിൽ, നല്ല ചെസ്റ്റ്, നല്ല ഉഷാറായി നടക്കണം. എല്ലാ ചെറുപ്പക്കാരും പെണ്ണൊന്നും കെട്ടിയില്ല, ചെലവൊന്നും ഇല്ലെങ്കിലും ആ പൈസ കൊണ്ട് നല്ല ബോഡി നന്നാക്കിയിട്ടേ നല്ല അഭ്യാസങ്ങളൊക്കെ പഠിച്ച് നല്ല ഉഷാറായി നടക്കണം. ഒക്കെ നല്ലതാ. മുമ്പേ നമ്മള് ജിഫ്രി തങ്ങള്, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, നന്ദി ദാറുസലാമില് കിതാബോധി സമയത്ത് പറയേണ്ടോ, കുപ്പായം തുണിയുമായിട്ട് പൈസ വേണ്ട, നല്ല നല്ല സാധനങ്ങൾ വാങ്ങി നല്ല ഉഷാറാക്കി ശരീരം നല്ല ആരോഗ്യം ഉണ്ടാക്കി പോയി പെണ്ണെല്ലാം കെട്ടേണ്ടതാണ്. ആരോഗ്യം നന്നാക്കണം. ചെറുപ്പക്കാരൻ നല്ല ഉശിരുള്ള ശരീരം വേണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നല്ല ശരീരം വേണം. അലി റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ ഉശിരുള്ള ശരീരത്തോടെ വേണം നമ്മൾ നാട്ടിലേക്ക് പോകാൻ. അതിന്റെ വഴി ഇവിടുന്ന് പഠിക്കണം. അതിന് പറ്റുന്ന ഭക്ഷണം ഇവിടെ കിട്ടും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. നല്ല ഉശിരുള്ള ശരീരമാക്കാൻ പറ്റുന്ന സാധനം ഇവിടെ കിട്ടും, ഞാൻ പറഞ്ഞുതരാം. അപ്പം പാല് ഏറ്റവും സമ്പൂർണമായ ആഹാരമാണ്. ഭക്ഷണത്തിൽ ഒന്നാം സ്ഥാനം പാലിനാണ്. ഓക്കെ, അത് ഫിനിഷ്. പിന്നെ കൊളസ്ട്രോളിന്റെ പ്രശ്നം വരുമെന്ന് പറയുന്നത് വെറുതെയാണ്. അങ്ങനെ ഒരു സംഭവം ഇല്ല. തെറ്റായ അളവിൽ കുടിക്കുക, പ്രശ്നം വന്നേക്കാം. ശരിയായ അളവിൽ കുടിച്ചാൽ ഒരിക്കലും ഒരു ശരീരത്തിലും ഒരു ഭക്ഷണവും, അത് ഇറച്ചി, ആട്ടിറച്ചി, പോത്തിറച്ചി, മൂരിയിറച്ചി, എനി ടൈപ്പ്, ഏത് ഇറച്ചിയാണെങ്കിലും ഏത് മീനാണെങ്കിലും ഏത് ഭക്ഷണമാണെങ്കിലും ശരിയായ അളവിൽ ശരിയായ രൂപത്തിൽ കഴിച്ചിട്ട് ഒരാൾക്കും കൊളസ്ട്രോളിന്റെ പ്രശ്നം വരില്ല, ആധിക്യം വരില്ല. തെറ്റുന്നിടത്താണ് പ്രശ്നം. അതിപ്പോ പച്ചവെള്ളം കുടിക്കുന്നത് തെറ്റിയാലും പ്രശ്നം വരും കേട്ടോ. പച്ചവെള്ളം കുടിക്കുന്നത് തെറ്റിയാലും പ്രശ്നം വരും. അതിൽ അങ്ങനെയാണ് അതിന്റെ രീതി. അപ്പൊ പാലിൽ ഏറ്റവും ഗുണമുള്ള പാലേതാ? ഒട്ടകത്തിന്റെ പാല്. വല്ലപ്പോഴും ഒന്ന് കുടിക്കുക. 40 ദിവസത്തിൽ ഒരിക്കൽ ഒട്ടകത്തിന്റെ പാല് കുടിക്കുന്നവർക്ക് ഉദര സംബന്ധമായ ഒരു രോഗവും വരില്ല. സുബ്ഹാനല്ലാഹ്. 40 ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഒട്ടകത്തിന്റെ പാല് കുടിക്കുന്നവർക്ക് ഉദര സംബന്ധമായ രോഗങ്ങൾ വരാൻ ചാൻസ് വളരെ കുറവാണ്. അത്ര അമൂല്യമായ ഗുണമുണ്ട്. പറ്റുമെങ്കിൽ ശ്രദ്ധിച്ചോളിങ്ങൾ. ഭക്ഷണത്തിൽ രണ്ടാം സ്ഥാനം, രണ്ടാമത് ഏറ്റവും ശ്രേഷ്ഠമായ ഭക്ഷണം, ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും അതുവഴി ശരീരത്തിന്റെ ടോട്ടൽ ആരോഗ്യത്തെ നിലനിർത്താനും സഹായിക്കുന്ന ഭക്ഷണത്തിലെ രണ്ടാം സ്ഥാനക്കാരൻ പഴമാണ്. അപ്പൊ ഒന്നാമത് പാല്, രണ്ടാമത്തത് പഴം. അബുൽ ബഷർ ആദം അലൈഹിസ്സലാം ഭൂമി ലോകത്ത് താമസിക്കാൻ വരുമ്പോ പഴങ്ങളോടൊപ്പമാണ് വന്നത് എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അത്തിപ്പഴം അതിൽപ്പെട്ടതാണ്. ഏകദേശം 16 or 17 വ്യത്യസ്ത ഇനം പഴങ്ങളുമായിട്ടാണ് ആദം നബി അലൈഹിസ്സലാം ഭൂമിയിലോട്ട് വന്നത് എന്ന് ചില മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഭൂമിയിൽ മനുഷ്യൻ താമസിക്കാൻ വേണ്ടി വന്നപ്പോ ഭക്ഷണമായി കൊണ്ടുവന്നത് പഴങ്ങളായിരുന്നു. അപ്പൊ പാല് കഴിഞ്ഞാല് പാല് കിട്ടാത്തവർക്കും ഇവിടെ സുലഭമായി എന്ത് കിട്ടും? പഴം കിട്ടും. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പ്രിയതമ ഹാജറ ഉമ്മയെയും ഇസ്മായിൽ അലിഹിസ്സലാം എന്ന പൊന്നുമോനെയും മക്കത്തുൽ മുക്കറമയിൽ കൊണ്ട് വിട്ടിട്ട് തിരിച്ചു നടക്കുമ്പോ ദുആ ചെയ്തത് അവർക്ക് പഴങ്ങൾ കൊണ്ട് ഭക്ഷിപ്പിക്കണേന്നാ. യർസുഖുഹും മിനസ് സമറാത്തി, പഴങ്ങൾ കൊണ്ട് നീ അവരെ ഭക്ഷിപ്പിക്കണേ അല്ലാഹ്. നമ്മളിൽ മഹാഭൂരിഭാഗം ആളുകളും ഭക്ഷണത്തിന്റെ മെനുവിൽ പഴത്തിന് തീരെ ചാൻസ് കൊടുക്കാറില്ല. വല്ലതും കഴിച്ച് അവസാനം പേരിനെ പൂരിപ്പിക്കുന്ന ഒരു പരിപാടി മാത്രമാണ് ഏത്? പഴം. ഒരു എസ്സേ എഴുതുന്നവര് പഴം ഉപയോഗിക്കുന്നവരുണ്ടോ? വിട്ടഭാഗം പൂരിപ്പിക്കുക, അതിന് പഴം. ഏറ്റവും ചുരുങ്ങിയത് ഒറ്റവാക്കിൽ ഉത്തരത്തിലെങ്കിലും കൂട്ടരുതേ, അതില്ല. പഴങ്ങൾക്ക് ദയവ് ചെയ്ത് പ്രാധാന്യം കൊടുക്കണം പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇവിടെ കിട്ടും. നിങ്ങളത് ചെയ്യണം. നിങ്ങളുടെ ആഫിയത്ത് ഒരു കുടുംബത്തിന്റെയും ഒരു നാട്ടിന്റെയും പ്രതീക്ഷയാണ്. ഞാൻ കഴിഞ്ഞ തവണത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അന്ന് ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാ. പഴത്തിൽ ഈത്തപ്പഴം കഴിക്കണം, നേന്ത്രപ്പഴം കഴിക്കണം. പ്രത്യേകിച്ചും ഹൃദയാരോഗ്യം പറയുമ്പോൾ ഉറുമാമ്പഴം കഴിക്കണം. ഹൃദയാരോഗ്യം പറയുമ്പോൾ ഉറുമാമ്പഴം പറയാതിരിക്കാൻ പറ്റൂല. പക്ഷെ ഉറുമാമ്പഴം കഴിക്കേണ്ട സമയം സുബഹിന്റെ മുമ്പാണ്. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. 15 മിനിറ്റാണ് ചവക്കേണ്ടത്. അതും കൂടി പറഞ്ഞുതരാം. എല്ലാത്തിനും ഭാഗ്യം വേണേ, അല്ലാണ്ട് ഇതിങ്ങനെ തോണ്ടിയെടുക്കാൻ പറ്റുന്ന പരിപാടിയൊന്നും അല്ലല്ലോ. അതായത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് ക്ഷീണം, രോഗം, ബുദ്ധിമുട്ട്, അയാൾക്ക് ഉറുമാമ്പഴം വലിയ ഔഷധമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വൈദ്യശാസ്ത്രം പഠിപ്പിക്കുന്നു. പക്ഷെ അവിടെയുള്ള ഒരു വിഷയം എന്താണെന്നറിയോ? അത് കഴിക്കേണ്ടത് ഏത് സമയത്താ? സുബഹിന്റെ മുമ്പാണ്. പക്ഷെ എത്രയേ കഴിക്കണ്ടോ? അതിലെ 15 അല്ലി അത്രേ വേണ്ടു. നിങ്ങൾ മനസ്സിലാക്കിയ 3-4 ഉറുമാമ്പഴം വെട്ടി വിഴുങ്ങണം.
നിങ്ങളിങ്ങനെ സന്തോഷത്തിൽ കഴിഞ്ഞ പ്രാവശ്യം പലതും തിന്നണ്ടെന്ന് പറഞ്ഞു പോയിട്ട് ഇന്നിപ്പോ തിന്നാൻ പറയണം. എല്ലാരും വലിയ റാഹത്തിലാ ഉള്ളത്, മനസ്സിലായില്ലേ? എന്താ പറഞ്ഞത്? 15 സീഡ് ഉറുമാമ്പഴം പൊളിക്കുക, അതിൽ നിന്ന് എത്ര കുരു എടുക്കാനാ പറഞ്ഞേ? ആ 15 എണ്ണം വായിലിടുക. എന്നിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന അവരെ ഓർമ്മിക്കാരെ, അവര് ബബിളുകൻ ചവക്കുന്നുണ്ടില്ലേ? ബബുല് ചുയിങ്ങൻ ചവക്കുന്നുണ്ടില്ലേ? എത്ര നേരാ ചവക്കുക എന്ന് പറഞ്ഞവർ നിങ്ങൾ അത്രയും ചവക്കണ്ട. 15 മിനിറ്റ് നേരെങ്കിലും നന്നായി ചവച്ച് 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 അതിലെ അമൂല്യമായ ഔഷധ ഗുണത്തെ വയറിലെത്തിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അത്ഭുതകരമായ മാറ്റം നിങ്ങളുടെ ഹൃദയ ആരോഗ്യ വിഷയത്തിൽ ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹൃദയം എന്ന വിഷയം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഉറുമാമ്പഴത്തിലേക്ക് പോയത്. പൊതുവേ ഹൃദയത്തെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന പഴമാണ് നേന്ത്രപ്പഴം. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഹാർട്ട് ഫ്രൂട്ട് എന്ന പേരുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നേന്ത്രപ്പഴം, നല്ല പഴുത്ത നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഈത്തപ്പഴം ഒക്കെ ഹൃദയത്തെ ശക്തിപ്പെടുത്തും, സംശയമൊന്നും വേണ്ട. എന്നാൽ ഹൃദയത്തിന് ബലക്കുറവ് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നവര് പഴം കഴിച്ചതിനെ ശക്തിപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നേരത്തെ പറഞ്ഞ നൂറാനിയായ ഗുണം പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന, പ്രകാശ ഗുണം പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സുബഹിന് മുമ്പുള്ള സമയത്ത് വെറും 15 എണ്ണം എടുത്തിട്ട് നന്നായി പതുക്കെ ചവച്ച് 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 ചവച്ചിട്ട് ഒരു 15 മിനിറ്റ് അത്രേ വേണ്ടു. 15 മിനിറ്റ് നേരം നന്നായി ചവച്ചതിന്റെ നീര് മാത്രം ഇറക്കുക. അവസാനം ഒന്നും ഉണ്ടാവില്ല വായില്. അത്രമേൽ അത് ഉമിനീരിൽ കലർന്ന് ഭക്ഷണം എന്ന ഗുണത്തിൽ നിന്ന് വിട്ട് മരുന്ന് എന്ന ഗുണത്തിലേക്ക് അതെത്തും. അതാണ് അതിന്റെ പോയിന്റ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല? ഒരു വസ്തു നമ്മൾ സാധാ രൂപത്തിലാണ് ചവച്ചരച്ച് കഴിക്കുന്നതെങ്കിൽ ഭക്ഷണം എന്ന ഗുണം കിട്ടും. സാധാ രൂപത്തിലും ചവച്ചരക്കുന്നില്ലെങ്കിൽ ഭക്ഷണം എന്ന ഗുണം കിട്ടൂല. വെറുതെ പഴയകാലത്ത് ഉന്നത്തിന്റെ കടക്കുണ്ടാകുന്നവർ എന്തോ സാധനം അങ്ങനെ കയറ്റി വിട്ടിട്ട് വയറുന്നറിയാന്നല്ലാണ്ട് ഗുണമൊന്നും കിട്ടൂല. നമ്മളിപ്പോ എന്തൊക്കെ തിന്നുണ്ട് എന്നിട്ട് എന്തോ ആരോഗ്യമുണ്ടോ? എന്താ കിട്ടാത്തത്? ചവക്കാത്തോണ്ട്. ശരിയായി ചവച്ചരച്ച് ജ്യൂസാക്കണം എന്നല്ലേ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ചവക്കാത്തോണ്ടാ ഗുണം കിട്ടാത്. ചവക്കലിന്റെ നീളം കൂടിയാൽ, ചവക്കലിന്റെ ടൈമിംഗ് കൂടിയാല് മെഡിസിനൽ ഇഫക്റ്റിലേക്ക് ഈ വസ്തു എത്തി. രോഗം വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? കുലു, തിന്നുക. തിന്നാൻ അറിഞ്ഞു തിന്നുക എന്നതിന്റെ അർത്ഥം. കുലു എന്ന് ഇമാം റംലി തങ്ങൾ പറഞ്ഞു, തിന്നുക. ശരീരത്തിന് രോഗം വരാതിരിക്കാൻ ഖുർആൻ പഠിപ്പിച്ച വഴി എന്തെന്നാ ചോദ്യം? മനസ്സിലായില്ലേ? ശരീരത്തിന് രോഗം വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? അതിനുള്ള പ്രതിരോധ വഴി ഖുർആനിലുണ്ടോ എന്നാ ചോദ്യം. എന്താ മറുപടി? കുലു, തിന്നുക. വയറ് നിറയെ തിന്നാന്നല്ല, തിന്നേണ്ട രൂപത്തിൽ തിന്നുക. നമ്മളിൽ മഹാഭൂരിഭാഗം ആളുകളുടെയും പ്രശ്നം ഭക്ഷണം കഴിക്കാൻ അറിയില്ല എന്നതാണ്. ഇത് നിങ്ങൾ വിഷമിക്കരുത്. ഭക്ഷണം കഴിക്കാൻ അറിയില്ല നമുക്ക്. എന്തിനായി ഭക്ഷണം കഴിക്കുന്നത് എന്നും അറിയില്ല നമുക്ക്. ഭക്ഷണം കഴിക്കുന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ സുന്നത്തായ മര്യാദകൾ നമ്മൾ പാലിക്കുമായിരുന്നു. ഏത് സുന്നത്തായ മര്യാദ? ഈ ആരോഗ്യകരമായ മര്യാദ. ഭക്ഷണം നന്നായി ചവച്ചരച്ച് ജ്യൂസാക്കിയിട്ട് ഭക്ഷണത്തെ ഇറക്കുന്ന ഒരു ശീലം നമ്മളിൽ വരുമായിരുന്നു. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. കുലു എന്ന് പറഞ്ഞാൽ തിന്നാൻ മുത്തനബി പഠിപ്പിച്ച രൂപത്തിൽ നീ തിന്നുക എന്നാണ് ഈ കാലഘട്ടത്തിൽ അതിന്റെ അർത്ഥം. ഈ കാലഘട്ടത്തിൽ അതിന്റെ അർത്ഥം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം കഴിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ നീ ഭക്ഷണം കഴിക്കുക എന്നാണ്. കുട്ടികളെ നിങ്ങൾ അങ്ങനെ പരിശീലിപ്പിക്കണം. ഇനിയുള്ള തലമുറയെങ്കിലും അങ്ങനെ രക്ഷപ്പെടട്ടെ. കൊളസ്ട്രോളിന്റെ പ്രശ്നം വരുന്നത് ഭക്ഷണം നന്നായി ചവച്ചിറക്കാത്തോണ്ടാണ്. ഭക്ഷണത്തിൽ യഥാവിധി ഉമനീര് കലരാത്തോണ്ടാ. ഈ കൊളസ്ട്രോളിന്റെ പ്രശ്നം വരുന്നത്, പൊണ്ണത്തടി പ്രശ്നം വരുന്നത് ഭക്ഷണം നന്നായി ചവച്ചിറക്കാത്തത് കൊണ്ടാണെന്നാ പറഞ്ഞതിനർത്ഥം. നന്നായി ദഹനത്തിന്റെ 1-ാം ഘട്ടം മനുഷ്യന്റെ വായക്കകത്ത് നിന്ന് ആരംഭിക്കുന്നത്. നമ്മളിൽ പലരും മനസ്സിലാക്കിയത് ഭക്ഷണം ദഹിക്കുന്നത് വയറിൽ നിന്ന് മാത്രമാണെന്ന. ഭക്ഷണം ദഹിക്കുന്നത് വയറിൽ നിന്ന് മാത്രമല്ല. ഭക്ഷണം ദഹിക്കുന്നത് തുടങ്ങുന്നത് വായക്കകത്ത് നിന്ന. വായക്കകത്ത് വെച്ച് ചവക്കാൻ തുടങ്ങലോടുകൂടി ദഹനത്തിന്റെ 1-ാം ഘട്ടം ആരംഭിച്ചു. ഡൈജസ്റ്റീവ് എൻസൈമുകൾ വായക്കകത്തുണ്ട്, വയറിലുള്ളതുപോലെ. 10 ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായി ദഹനത്തിന് വിധേയമാകുന്നത്. 10 ഘട്ടങ്ങളിലൂടെ.
അതുകൊണ്ടാണ് രാവിലെ കഴിച്ചാൽ വൈകുന്നേരം വരെ മനുഷ്യന് പിടിച്ചു നിൽക്കാൻ പറ്റും, വൈകുന്നേരം കഴിച്ചാൽ പിറ്റേന്ന് രാവിലെ വരെ പിടിച്ചു നിൽക്കാൻ പറ്റും. ഫതൂർ അശ, ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ഭക്ഷണക്രമം ഫതൂർ അശ. വിശപ്പുണ്ടെങ്കിൽ ഊണ് കഴിച്ചു നിങ്ങള്, അത് വേറെ വിഷയം. വിശക്കുണ്ടെങ്കിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഫതൂർ അശ, അതാണ് ആരോഗ്യകരമായ ഭക്ഷണം. അപ്പൊ കഴിക്കേണ്ടുന്ന മെത്തേഡ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പ്രകാരം നീ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ രോഗപ്രതിരോധ ശേഷി നിനക്കുണ്ടാകുമെന്നാണ് സയ്യിദുനാ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി ഇസ്ലാമിക ലോകത്തെ പഠിപ്പിച്ചത്. മനസ്സിലാക്കണം. ഇന്നിപ്പോ കേരളത്തിൽ പലർക്കും പേടി, മുസ്ലിമീങ്ങൾ പ്രതിരോധ കുത്തിവെപ്പ് നടത്തുന്നില്ല. മഹാന്മാരായ ഉലമാക്കളെ തെറ്റിദ്ധരിപ്പിച്ചും സാദാത്തുങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചും നേതാക്കളെ തെറ്റിദ്ധരിപ്പിച്ചും കുത്തിവെപ്പ് നടത്താനുള്ള പ്രഖ്യാപനങ്ങൾ പത്രങ്ങളിലും മീഡിയകളിലും അവർ നടത്തിക്കുന്നത് ഖുർആൻ അറിയുന്ന സമൂഹമാണ് എന്നതിനെ കുറിച്ച് നമ്മൾ അറിയായിട്ട. നമ്മൾ ഖുർആൻ അറിയുന്നവരാണ്. ജീവിതം നമ്മെ മറ്റൊരാൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ജീവിതത്തിന്റെ ഒരു കാര്യവും മുസ്ലിമീങ്ങളെ മറ്റൊരാൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നൂറ്റാണ്ടുകളായി ഇമാമിങ്ങളിലൂടെ മുസ്ലിമീങ്ങൾ അത് പഠിച്ചതാണ്. നമ്മുടെ ജീവിത വഴി നിർണയിച്ച ഗ്രന്ഥം ഖുർആനാണ്. എന്നിട്ട് ഇല്ലാത്ത രോഗം വരുന്നു പറഞ്ഞു പേടിപ്പിച്ചിട്ട് സാത്വികരായ പണ്ഡിതന്മാരെ ഭയപ്പെടുത്തിയിട്ട് നിങ്ങളുടെ ആളുകൾ മാത്രമേ ഇപ്പൊ മരുന്ന് കുത്തിവെക്കാണ്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അല്ലേ? മലപ്പുറത്തൊക്കെ കണ്ട ലഹള കണ്ടില്ലേ നിങ്ങള്? മലപ്പുറത്തൊക്കെ ഉണ്ടായ ലഹള കണ്ടില്ലേ? 1-2 ജില്ലയിലെ കലക്ടർമാരാണ് വല്ലാണ്ട് വെപ്രാളം പൂണ്ട് പരിപാടി നടത്തിയത്. കള്ളന്മാരെ പിടിക്കാനോ ക്രമസമാധാനം ഉണ്ടാക്കാനോ ഇത്ര ഉത്സാഹം കണ്ടിട്ടില്ല. നാട്ടിൽ സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ ഇത്ര ഉത്സാഹം കണ്ടിട്ടില്ല. എപ്പോഴോ വരുന്ന സാധ്യതയുള്ള മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ ആരും കുട പിടിക്കലുണ്ടോ? നമ്മുടെ നാട്ടിലുണ്ടാകുന്നൊരു മിഞ്ഞാന്ന് കൂടി കണ്ടില്ലേ? മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ട്, റേഡിയോയിൽ അനൗൺസ് വന്ന് അപ്പം തന്നെ കുടയെടുത്ത് നടക്കാൻ തുടങ്ങി. അങ്ങനെ ഉണ്ട് ഒരു പരിപാടി. അത് പോട്ടെ. ഖുർആനിൽ ശരീരത്തിന് രോഗം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗം ഉണ്ടോ എന്ന ചോദ്യം ഉണ്ട് എന്നാണ് ലോക പ്രശസ്ത ഖുർആൻ പണ്ഡിതൻ പറഞ്ഞത്. എന്താ വഴി? ഭക്ഷണം കഴിക്കേണ്ടുന്ന രൂപത്തിൽ കഴിക്കുക. അപ്പൊ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവില്ല, പിന്നെ കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടാവില്ല, അയണിന്റെ കമ്മി ഉണ്ടാവില്ല, സോഡിയം കമ്മി ഉണ്ടാവില്ല. ശരീരത്തിന്റെ പ്രവർത്തനം ശരിയായ രൂപത്തിൽ നടക്കാൻ ആവശ്യമായ ഘടകങ്ങളൊക്കെയും നാം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ തന്നെ തരാൻ കഴിവുള്ളവനാണ് സർവശക്തനായ അല്ലാഹു. അപ്പൊ കുലു, തിന്നുക, തിന്നാൻ അറിഞ്ഞുകൊണ്ട് തിന്നുക. അപ്പൊ പഴങ്ങൾ തിന്നുമ്പോ, ഭക്ഷണങ്ങൾ തിന്നുമ്പോ, ഇപ്പൊ ഇറച്ചി നല്ല ഭക്ഷണമല്ലേ? സയ്യിദു തഅം എന്നല്ലേ പ്രയോഗം? ഇറച്ചി നല്ല ഭക്ഷണ. ഇന്നിപ്പം വെള്ളിയാഴ്ച നിങ്ങൾ എല്ലാവരും ബിരിയാണി വെച്ചിട്ടില്ലേ ഉച്ചക്ക്? അല്ല, വെള്ളിയാഴ്ച മിസ്സായല്ലോ. വെള്ളിയാഴ്ച ഇറച്ചി കഴിക്കണം. എന്ത് രോഗം ഉണ്ടെങ്കിലും വെള്ളിയാഴ്ച നിങ്ങൾ ഇറച്ചി കഴിച്ചോളി. അത് കഴിച്ചിട്ട് തന്നെ വന്നാൽ മതി അടുത്ത പരിപാടിക്ക്. വെള്ളിയാഴ്ച ഉച്ചക്കൊന്നും ഇറച്ചി കഴിച്ചില്ല, വലിയ മിസ്സിംഗ് ആണ്. ഞാനിന്ന് നല്ല പോത്തിറച്ചി, നല്ല ചോറ്, നമ്മളെ സത്താർക്ക് എന്ന് പറഞ്ഞ ഒരാൾ, നമ്മളെ മനസ്സിലായില്ലേ, ഉപ്പറ വീട്ട് നല്ല പോത്തിറച്ചി കറിയും എന്താ പറയാ പച്ചക്കറി എല്ലാം നല്ല ഭക്ഷണം കഴിച്ചു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. വെള്ളിയാഴ്ച ഇറച്ചി കഴിക്കണം, പേടിച്ചിക്കരുത്. അതിന് നിങ്ങൾ നേരത്തെ പറഞ്ഞ കൊളസ്ട്രോൾ ഒന്നും പേടിക്കണ്ട. ചവക്കുക, നന്നായി ചവക്കുക, ഉമനീര് നന്നായി മിക്സ് ആക്കുക, ധൈര്യമായി കഴിച്ചോളി നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനല്ലേ അത്. അപ്പം പഴങ്ങൾ കഴിക്കുക. പഴങ്ങളിൽ ഹൃദയത്തെ സംരക്ഷിക്കാൻ ദിവസത്തിൽ ഒരു അജ്വയെങ്കിലും കഴിക്കണമെന്ന് ഇമാം അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് ഇവിടെ ഓർമ്മിക്കുക. ഈത്തപ്പഴത്തിന്റെ നാടല്ലേ ഇത്? നിങ്ങൾ ദിവസത്തിൽ ഒരു അജ്വയെങ്കിലും കഴിക്കുന്നത് ഹൃദയത്തിന് സംരക്ഷണമാണെന്ന് ആര് പറഞ്ഞു? ഇമാമുന അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിരിക്കുന്നു. ഒരു അജ്വക്കൊന്നും വലിയ ചെലവൊന്നും ഉണ്ടാവില്ല. ഒരു അജ്വക്ക് വലിയ ചെലവുണ്ടാവും? കുറെ അജ്വക്കല്ലേ പൈസ കൂടുള്ളൂ. പ്രത്യേകിച്ച് ജിദ്ദയാകുമ്പോൾ ഈത്തപ്പഴം ഇഷ്ടം പോലെ കിട്ടുന്ന സ്ഥലല്ലേ. അപ്പൊ നിങ്ങൾ പറ്റുമെങ്കിൽ അതൊന്ന് ചെയ്യുക. മനസ്സിലേ? ഹൃദയത്തിന് ആവശ്യമായ ചില പ്രത്യേക പവറുകൾ ഉണ്ടാക്കാൻ, ശക്തികൾ ഉണ്ടാക്കാൻ ഈത്തപ്പഴത്തിന് കഴിയും. ഈത്തപ്പഴത്തിൽ തന്നെ അജുവക്ക് പ്രത്യേക ഗുണമുണ്ട്. ഈത്തപ്പഴത്തിൽ തന്നെ അജുവാക്ക് പ്രത്യേക ഗുണമുണ്ട്. ഹൃദയത്തിന്റെ വിഷയമാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത്. അവിടെ ഇമാം അലി റളിയല്ലാഹു തആല അൻഹുവിനെ ഓർമ്മിച്ചതാണ്. അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ എന്താണ്? നിങ്ങളുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ഒരു അജുവയെങ്കിലും ദിവസവും കഴിക്കുക. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. പിന്നെ നല്ല ഭക്ഷണത്തോട് അലർജി തോന്നുന്നത് ചില ശൈത്വാനിയത്തിന്റെ ഷർറുള്ളതിന്റെ ലക്ഷണം കേട്ടോ. അങ്ങനുണ്ട്. തേനിനോട് വേണ്ടായിക, ഈത്തപ്പഴം വേണ്ടായിക, പാല് അലർജി. ഇത് ഒരുതരം ശൈത്വാനിയത്തിന്റെ സ്വാധീനമാണ്. മനസ്സിലായിക്കോളി. അതും കൂടി ഞാൻ പറഞ്ഞുതരാം. എനക്ക് ഈത്തപ്പഴം പറ്റൂല, പല്ല് ഭയങ്കര കോടിപ്പോവും. ഈത്തപ്പഴം, അതായത് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം, ഭക്ഷ്യവസ്തുക്കളല്ല രോഗം ഉണ്ടാക്കുന്നത്. അത് കഴിക്കുന്ന രീതി തെറ്റുമ്പോഴാണ് രോഗം.
പിന്നെ ഷുഗറിന്റെ വിഷയത്തിൽ യൂറോപ്യൻ സയൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു രീതിയാണ് ഏത്? മധുരമുള്ള പഴങ്ങൾ കഴിച്ചാൽ ഷുഗർ കൂടുന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വൈദ്യശാസ്ത്രത്തെ ആശ്രയിച്ചുകൊണ്ട് പ്രമേഹ രോഗവുമായി ബന്ധപ്പെട്ട ഭക്ഷണക്രമം പറയുന്നിടത്ത് നമ്മൾ പറയാറുള്ളത് കൊഴുപ്പ് കൂടിയ ഭക്ഷണം ക്രമാതീതമായ കൂടുതൽ തവണ ഉപയോഗിച്ചാൽ, അളവ് തെറ്റിക്കൊണ്ട് കൂടുതൽ തവണ ഉപയോഗിച്ചാലാണ് ഷുഗർ രോഗികൾ. അപ്പം പിന്നെ എന്താ പറയാ, അയക്കൂറ, ആവൂലി, പിന്നെ ഇറച്ചി കൂടുതൽ തവണ ഉപയോഗിക്കുക, മൈദ ഭക്ഷണം കൂടുതൽ തവണ ഉപയോഗിക്കുക, ബേക്കറി ഫുഡുകൾ കൂടുതൽ തവണ ഉപയോഗിക്കുക, എനർജി ഡ്രിങ്ക്സ് അതായത് കോളപാനീയങ്ങൾ, ഇതൊക്കെയാണ് ഷുഗറിന്റെ പ്രശ്നം. ഈത്തപ്പഴം ഷുഗറിന്റെ പ്രശ്നമാവില്ല. പ്രത്യേകിച്ചും ഹലാസ് എന്നൊരു ഇനം ഈത്തപ്പഴം ഷുഗർ രോഗികൾക്ക് നല്ലതാ, ഷുഗർ ഉണ്ടാക്കൂല അത് കഴിച്ചാൽ. നേരത്തെ നമ്മളെ സത്താർ സാഹിബ് എന്നോട് പറഞ്ഞു, മനസ്സിലായില്ലേ? ഹലാസ്, ഹുലൈസ്, രണ്ടിന് പേര് ഹലാസ് എന്നാണ് ഞാൻ കേട്ട പേര്. മുന്തിയ ഇനം ഈത്തപ്പഴമാണ്. അത് കഴിക്കുന്നവർക്ക് ഷുഗർ വരില്ല. ഓൾറെഡി ഷുഗർ ഉള്ളവര് ശ്രദ്ധിക്കേണ്ടത്, ഓൾറെഡി ഷുഗർ ഉള്ളവര് കൃത്യസമയത്ത് ചുരുങ്ങിയ അളവിൽ ഗുണം കൂടിയ ഭക്ഷണങ്ങള്, ഇലക്കറികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കഴിക്കുക. പഴങ്ങൾ അവർ കഴിക്കണം. ഈത്തപ്പഴം കഴിക്കണം, പേരക്ക കഴിക്കണം, കർമൂസ കഴിക്കണം, നേന്ത്രപ്പഴം കഴിക്കണം, ഒക്കെ കഴിക്കണം. മാങ്ങ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കിഴങ്ങില്ലേ, കൊള്ളിക്കിഴങ്ങ്, പൂള, കപ്പ, മരച്ചീനി, അത് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. മൈദ ഫുഡ് ശ്രദ്ധിക്കണം, ബേക്കറി ഫുഡ്, ഇത്തരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ കൃത്യസമയത്ത് കൃത്യ അളവിൽ ഫുഡ് കഴിക്കുക. പ്രമേഹത്തിൽ പലപ്പോഴും പ്രശ്നം കൃത്യസമയത്ത് കൃത്യ അളവിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും ഒരേ സമയത്ത് ഭക്ഷണം, അങ്ങനെ ആകുമ്പോൾ പാൻക്രിയാസിന്റെ പ്രവർത്തനം, അതിന്റെ ഫംഗ്ഷൻ കറക്റ്റ് സമയത്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ കൃത്യസമയത്ത് കൃത്യ അളവിൽ ഭക്ഷണം കഴിക്കുന്ന രീതി ഉണ്ടായാൽ വിഷയം വരില്ല. അതാണ്. പിന്നെ പകൽ ഉറങ്ങാതിരിക്കുക. ഷുഗർ കൂടുന്നതിന്റെ ഒരു കാരണം പകൽ ഉറങ്ങുന്നവരുടെ ഈ സെല്ലുകൾക്ക്, പാൻക്രിയാസിന്റെ സെല്ലുകൾക്ക് ഈ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവും നഷ്ടപ്പെടും. പിന്നെ ടെൻഷൻ അടിക്കാതിരിക്കുക. ടെൻഷൻ, സൈക്കോ ഡയബറ്റോളജി, ടെൻഷൻ കാരണം ഷുഗർ കൂടും. അല്ലാതെ നമ്മൾ മധുരത്തെ മാത്രം എന്താക്കണ്ട, ഷുഗർ പിടിച്ചു എന്നതിന്റെ പേരിൽ. മധുരമുള്ള ഭക്ഷണം മനുഷ്യന് ആവശ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് മധുരം. എല്ലാ അമ്പിയാക്കൾക്കും മധുരം ഇഷ്ടമാണ്. മധുരം ഇല്ലാണ്ടായ ടെൻഷൻ കൂടി വരും. അതല്ലേ പ്രമേഹ രോഗികൾക്ക് പിന്നെയും ടെൻഷൻ കൂടുന്നു. അല്ലെങ്കിലേ മനസ്സും ശരീരവും ഡ്രൈയ. ഈ മധുരം കൂടി ഇല്ലാണ്ടായാൽ നമുക്ക് മധുരം പറ്റൂല. പറയുന്ന കേട്ടാ വിചാരിക്കും സന്തോഷത്തോടെ പറയുന്നു. ഭയങ്കര ടെൻഷനിലാണ്, ഇതൊന്നും പുറത്തു പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അങ്ങനെ എന്താ പറയാ, വിത്തൗട്ട് ആകുകയാണ് മൊത്തത്തിൽ, അല്ലേ? അപ്പൊ മധുരം വേണം, മനസ്സിന് സന്തോഷം കിട്ടാൻ മധുരം വേണം. അതുകൊണ്ടല്ലേ ജനിച്ച ഉടനെ കുഞ്ഞിന് മധുരം കൊടുക്കില്ലേ നമ്മള്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഉമ്മമാര്, കുടുംബക്കാര് കുഞ്ഞിനെടുത്തിട്ട് വരും. എവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ വരും. പുണ്യ റസൂല് ഈത്തപ്പഴമോ കാരക്കൊക്കെ വായിലിട്ട് ചവച്ചിട്ട് അതിന്റെ മധുരം കുഞ്ഞിന്റെ നാവിൽ പുരട്ടി കൊടുക്കും. മധുരം കൊടുക്കണം. മധുരം മനസ്സിന് കൂടിയുള്ള ഭക്ഷണമാണ്. ഗസ്റ്റൊക്കെ വന്നാൽ മധുരം വിളമ്പുന്ന എന്തിനാ? പായസം കൊടുക്കണേ, ഒന്ന് സന്തോഷിപ്പിക്കാൻ തന്നെയാണ്, അല്ലാണ്ട് വിശപ്പ് മാറാനല്ല. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവസാനം ചെറിയൊരു കപ്പിൽ ഈ പെണ്ണുങ്ങൾ സേമിയ ഉണ്ടാക്കി തരുന്നില്ലേ? അല്ലെങ്കിൽ മധുരമുള്ള കസ്റ്റേർഡ്, പുഡിങ്, മറ്റേ അല്ലേ പലജാതി സംഭവങ്ങൾ ഉണ്ടാക്കി തരുന്നില്ലേ? അതെന്തിനാ? ഒന്ന് സന്തോഷിപ്പിക്കാൻ തന്നെയാണ്. അതുണ്ടായിക്കോട്ടെ, അത് നല്ലതാ, മധുരം കഴിച്ചോളി. ശരി. അതിപ്പം ചില ഷുഗറുകാരൊക്കെ ഏതായാലും മരിക്കും, തിന്നിട്ട് മരിക്കാം, അല്ലേ? അതെല്ലാം വലിയ ധൈര്യത്തിന്റെ വർത്താനം എന്നല്ല, അതെല്ലാം നമുക്കറിയാം. വലിയ ധൈര്യത്തിന്റെ വർത്താനം. പിന്നെ ഒരു സമാധാനത്തിന് പറഞ്ഞിട്ടങ്ങ് തിന്നെ. അള്ളാഹു ദീർഘായുസ് ആഫിയത്ത് കൊടുക്കട്ടെ. നിങ്ങൾ ബേജാറൊന്നും വേണ്ട, നിങ്ങൾ അങ്ങനെ ബേജാറൊന്നും വേണ്ട കേട്ടോ. അപ്പൊ രണ്ടാമത്തെ ഭക്ഷണം, ഒന്നാമത്തെ ഭക്ഷണം പാല്, രണ്ടാമത്തെ ഭക്ഷണം പഴമാണ്. അപ്പൊ ശ്രദ്ധിച്ച് കഴിക്കുക. പിന്നെ മൂന്നാമത്തത് മാംസമാണ്, മാംസഭക്ഷണം. ഞാൻ പറഞ്ഞു, അതിന്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞു. ഹൃദയം ശക്തിപ്പെടാൻ മാംസം ഭക്ഷണത്തിൽ ആവശ്യമാണ്. രക്തത്തിന്റെ ഗുണം വേണമല്ലോ, രക്തഗുണത്തെ വർദ്ധിപ്പിക്കും മാംസം. ഒരു മനുഷ്യന്റെ രക്തത്തിൽ ഗുണമുണ്ടാവണമെങ്കിൽ മാംസം ഭക്ഷണമായി കഴിക്കണം. നേരത്തെ പാലിൽ പറഞ്ഞതുപോലെ തന്നെ മാംസ ഭക്ഷണത്തിലും ഒന്നാം സ്ഥാനം ഒട്ടകത്തിന്റെ മാംസമാണ്, രണ്ടാം സ്ഥാനം ആട്ടിന്റെ മാംസമാണ്, മൂന്നാമത്തെ മാംസം പിന്നെ പശു, എന്താ പറയാ, നമ്മളെ പോത്തിറച്ചിയാണ് കേട്ടോ. അവനെ കൂടുതൽ പറയാനില്ല, നമ്മളെപ്പോഴും കഴിക്കുന്നതുകൊണ്ട് അതൊന്നും ഞാൻ പ്രോത്സാഹിപ്പിച്ചിട്ട് അളവ് കൂട്ടണ്ട. പറഞ്ഞ് ചെയ്യുന്ന കാര്യം അങ്ങനെയാ, എന്നാ പിന്നെ നല്ലോണം തിന്ന. അങ്ങനെ ചില അമ്മമാര് ചെയ്യാറില്ല. ഇത് ഭയങ്കര ഗുണമുള്ള സാധനമാണ്, അതുകൊണ്ട് നല്ലോണം തിന്നാളി. വെറുതെ മനുഷ്യന്മാരങ്ങൾ അടങ്ങാറാക്കരുത്. ഏത് ഇത് കസ്സാണ്, ഇത് ഭയങ്കര തിന്ന, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കസ്സാണെങ്കിലും ഹിയാറാണെങ്കിലും പിന്നെ ഈത്തപ്പഴാണെങ്കിലും പാലാണെങ്കിലും ഒക്കത്തിനൊരു അളവുണ്ട്.
ചില ആള് ഇത് ഭയങ്കര ഗുണം കിട്ടുന്ന സാധനമാണ്, ഷുഗറുകാർക്ക് ഭയങ്കര സംഭവം വരും, അമ്പാകയിലും അവൻ ഒരു പ്ലേറ്റ് അതടിച്ച് ഒരു പ്ലേറ്റ് ഒക്കെ അടിക്കും. അങ്ങനെയില്ല, അങ്ങനെയില്ല. അങ്ങനെയൊന്നും ആരും പറഞ്ഞ ആരും മോഹിപ്പിക്കരുത്. ഏത് ഒരു 300 മില്ലിയെങ്കിലും കുടിക്കാം. രാവിലെയാ ബെറ്റർ. പിന്നെ കറന്ന ഉടനെയുള്ള പാല് കിട്ടണം. രാവിലെ കറക്കാത്തെടുത്ത് പിന്നെ വൈകുന്നേരം കിട്ടുക. പിന്നെന്താ ചെയ്യാ? കറക്കുന്നോ വൈകുന്നേരം വരുന്നെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? പിന്നെ പുരക്കാർ കറക്കാൻ പഠിക്കണം. അതില്ല. പശുവൊന്നും ഇല്ലല്ലേ? ഗൾഫിൽ നിന്നൊക്കെ പോകാൻ തീരുമാനിച്ചാൽ ഒരു പശുവിനൊക്കെ വാങ്ങാൻ തീരുമാനിക്കും. എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാവും. അല്ല ആട്ടിനെ വാങ്ങിയാലും മതി, വർക്കത്തുണ്ടാവും. മാത്രമല്ല ക്ഷമയും കിട്ടും. നാട്ടിൽ പോയാൽ ഈ ഗൾഫ് ജീവിതം മതിയാക്കി നാട്ടിൽ പോയാൽ പ്രഷർ കുറച്ച് ജാസ്തിയായിരിക്കും. നിങ്ങളോട് പറയുന്നോണ്ട് ദേഷ്യമൊന്നും പിടിക്കൂലല്ല. കുറച്ച് ചൂടന്മാരാവും നിങ്ങളെ കുറിച്ചാ പറയണത്. ഈ ഗൾഫ് സമയമായോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ പിന്നെ എന്താ പറയാ, ദേഷ്യം പിടിക്കുന്ന ഒരു പ്രവണത വർദ്ധിക്കാറുണ്ട്. കാരണം ഇവിടെ നാം എപ്പോഴും പണിയുണ്ട്, വിശ്രമിക്കാൻ കുറച്ച് സമയം കിട്ടും. നാട്ടിൽ നാം പണിയില്ല. അപ്പോഴാണല്ലോ വീട്ടുകാരെയും വീട്ടിന്റെ ഉള്ളിലൊക്കെ സ്വഭാവങ്ങൾ കാണാം. അപ്പോഴാ ഭയങ്കര പുള്ള. മനസ്സിലായില്ലേ? അപ്പൊ രക്തഗുണത്തെ കുറിച്ച് പറയുന്നിടത്താണ് ഞാൻ ഇറച്ചിയെ കുറിച്ച് പറഞ്ഞത്. അപ്പം പിന്നെ ഇറച്ചി ആഴ്ചയിൽ ഒരു തവണയാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത്. 2 തവണയോ 3 തവണയൊക്കെ ആവാം. കൂടുതലാവാതിരിക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഉഷ്ണകാലത്ത് ഇറച്ചി വേവിക്കുമ്പോൾ അതിൽ വെള്ളരി പോലത്തെ ചുരങ്ങ പോലത്തെ ചേർക്കണം എന്നൊക്കെ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഞാനത് ആവർത്തിക്കാത്തത്. പിന്നെ ഇറച്ചിയുടെ ഗണത്തിൽ തന്നെയാണ് മത്സ്യത്തെയും പറഞ്ഞിരിക്കുന്നത്. ഇറച്ചിയുടെ ഗണത്തിൽ തന്നെയാണ് മത്സ്യവും പറഞ്ഞിരിക്കുന്നത്. മത്സ്യത്തിൽ ചെറുമത്സ്യങ്ങളാണ് കൂടുതൽ ഗുണമുള്ളത്. ഹൃദയത്തെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ ചെറിയ മത്സ്യങ്ങൾ കൂടുതൽ കഴിക്കാം. ഹൃദയത്തിന് വേഗം ഉടവ് വരണമെന്നുണ്ടെങ്കിൽ വലിയ മത്സ്യം കഴിക്കാം. അതും കൂടി പറഞ്ഞുതരാം. രണ്ടും പറഞ്ഞു കൊടുക്കണമല്ലോ. ഹൃദയത്തിനൊന്ന് ഉടവൊക്കെ വന്നിട്ട് റെസ്റ്റ് എടുക്കുന്ന ബൂതിയുള്ള ആളുണ്ടാവേ, അങ്ങനെയുള്ളവർ വലിയ മത്സ്യം കുറച്ച് കൂടുതൽ കഴിച്ചാൽ മതി. അല്ലാത്ത ആളുകൾ ഹൃദയത്തെ ശക്തിപ്പെടുത്തണം, ഹൃദയം ഒന്ന് ഉഷാറായി നിൽക്കണം. ജീവിക്കുന്ന കാലം മുഴുവൻ സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ, അവിടുത്തെ സ്വഹാബത്തെ കിറാമിനെ പോലെ ആരോഗ്യമുള്ളവരായി ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ എന്ത് വേണം? അതിന്റെ അളവിലും അതിന്റെ കൃത്യമായ സമയവും പാലിച്ചുകൊണ്ട് ഭക്ഷണങ്ങളും മത്സ്യങ്ങളും കഴിക്കുക. ചെറിയ മത്സ്യം പ്രത്യേകിച്ച് കഴിക്കുക. ചെറു മത്സ്യങ്ങൾ പ്രത്യേകിച്ചും ഹൃദയത്തിന്റെ രക്ഷാകവചം, ഹൃദയത്തിന്റെ പ്രത്യേക ചില രക്ഷാകവചങ്ങളെ ശക്തിപ്പെടുത്താനുള്ള കഴിവ് ചെറു മത്സ്യങ്ങൾക്കുണ്ട്. നത്തല്, മുള്ളൻ, അതുപോലെ എന്താ പറയാ ചെറിയ മത്തി പോലത്തത് ചെറിയ മത്സ്യങ്ങൾ, അതും മാംസഭക്ഷണത്തോട് ചേർത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. ഭക്ഷണത്തിൽ 4ാമത് പറഞ്ഞിരിക്കുന്നത് ധാന്യങ്ങളാണ്. ഒരു മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഹൃദയത്തെ ശക്തിപ്പെടുത്താൻ ഗുണമുള്ള ഭക്ഷണമായി 4ാമത് പറഞ്ഞിരിക്കുന്നത് ധാന്യങ്ങൾ. അരി, ഗോതമ്പ്, പരിപ്പ്, പയറ്, അങ്ങനെയുള്ള ധാന്യ ഭക്ഷണങ്ങളാണ് 4ാമത്തത്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യമായതുകൊണ്ട് ഞാൻ വിശദീകരിക്കേണ്ടതില്ല. 5ാമത് പറഞ്ഞിരിക്കുന്നത് പച്ചക്കറികളാണ്, അതായത് ഇലക്കറികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 5 ഇനം ചീരകൾ കഴിച്ചതായി കിതാബുകളിൽ കാണാൻ കഴിയുന്നു. 5 ഇനം ചീരകൾ, ഇലക്കറികൾ. അറബ് സമൂഹം കാണുന്നില്ല, അവർ കൂടുതലായി ഭക്ഷണത്തിൽ ഇലക്കറികൾ കഴിക്കുന്നത് ഇതവരുടെ പാരമ്പര്യ രീതിയാണ്. നമ്മളും അത്തരം രീതി സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചാൽ നല്ല ആരോഗ്യമുള്ള ഹൃദയം ഉണ്ടായിത്തീരും. അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. അപ്പൊ ഏതായാലും ഭക്ഷണത്തിൽ 5ാം സ്ഥാനം ഇലക്കറികൾക്കാണ് എന്നതാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് കഴിഞ്ഞാല് ഹൃദയ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇന്ന് ഈ നമ്മുടെ ജീനോം കോഡുകളുമായി ബന്ധപ്പെട്ടുള്ള പഠനത്തിൽ ഡെർമറ്റോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ വിത്ത് ഡ്രസ്സസ്, ചർമ്മവുമായി ബന്ധപ്പെട്ട് ചർമ്മത്തോട് ചേർന്ന് നിൽക്കുന്ന ഡ്രസ്സുമായി ബന്ധപ്പെട്ട ചില പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഹൃദയ ഭിത്തികളെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന വസ്ത്രവിധാന രീതികളെ കുറിച്ച് അവർ ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ ധരിക്കുന്ന വസ്ത്രം നമ്മുടെ ചർമ്മവുമായി നടത്തുന്ന കമ്മ്യൂണിക്കേഷനുകളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. വിശാലമായി പറയാൻ എനിക്ക് കഴിയില്ല, കാരണം കൂടുതലും ശാസ്ത്ര ഭാഷകളാണ് അതിലുള്ളത്. അതിന്റെ ഒരു രത്നച്ചുരുക്കം പറയാം. നല്ല ചൂടുള്ള പ്രദേശത്ത് താമസിക്കുന്നവർ കടും നീല വസ്ത്രം ധരിക്കുന്നതും കടും പച്ച വസ്ത്രം ധരിക്കുന്നതും ഹൃദയത്തിന്റെ ആരോഗ്യത്തെ ഇല്ലായ്മ ചെയ്യും. അത്രല്ലേ പറയണ്ടു. നല്ല ചൂടുള്ള വെയില് കൊള്ളുന്ന പണിയെടുക്കുന്നവർ, ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെയൊക്കെ നാട്ടില് SUവിന്റെ പണിയെടുക്കുന്നവര്
പോർട്ടർമാര് പലപ്പോഴും ധരിക്കുന്ന വസ്ത്രമായി ഞാൻ കണ്ടത് നീലയാണ്. എനിക്കത് അത്ഭുതമായിട്ടുണ്ട്. പിന്നെ കടും നീലയാവുമ്പോഴാണ് പ്രശ്നം. കട്ടി നീല, റോയൽ ബ്ലൂ എന്നാ പറയാം. റോയൽ ബ്ലൂ, കടും നീല. കടും നീല വസ്ത്രം ധരിച്ച് കൂടുതൽ തവണ വെയിൽ കൊള്ളുന്നത് ഹൃദയത്തിന് പ്രശ്നമുണ്ടാക്കും. കടും പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിച്ച്, ബസ് ഗ്രീൻ എന്നാ അതിന് പറയാം, ബസ് ഗ്രീൻ, കടും പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് വെയിൽ കൊള്ളുന്നതും ഹൃദയത്തിന് പ്രശ്നം ഉണ്ടാക്കും. വെള്ളയാണ് ഉത്തമം, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയുന്ന കാര്യം. അല്ലെങ്കിൽ ഐവറി കളറാണ്, വെള്ളയും മഞ്ഞയും കൂടി മിക്സ് ചെയ്തുണ്ടാവുന്ന ബിസ്ക്കറ്റ് കളർന്നോ ക്രീം കളർന്നോ പറയുന്ന വസ്ത്രങ്ങളാണ് പിന്നെ ഹൃദയത്തെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു വസ്ത്രവിധാന രീതി എന്ന് പറയുന്നത്. സഹോദരിമാരാകുമ്പോഴും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടവർ തന്നെയാണ്. വസ്ത്രത്തിൽ അവരും കളറ് തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് സ്ത്രീകളോട് പറയാനുണ്ട്. പക്ഷെ സമയം വല്ലാതെ ദീർഘിച്ചു പോയി. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ 10 മണി കഴിഞ്ഞു. മാക്സിമം ഒരു 10 മണി വരെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. 10 മണി കഴിഞ്ഞു പോയി. അപ്പോ വസ്ത്രം പരമാവധി വെള്ളയോട് സമാനത ഉള്ളതോ ആയ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇപ്പറഞ്ഞ രൂപത്തിലുള്ള ശക്തിക്ഷയ പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഉണ്ട്. 5-ാമത്തെ കാര്യം അതാണ്. 6-ാമത്തെ കാര്യം, നല്ല മരുന്നുകളെ രോഗം വന്നാൽ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നതാണ്. നമുക്കെല്ലാം അറിയാം, ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ സദസ്സിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, മരുന്നിന്റെ ദൂഷ്യങ്ങളാണ് പലരുടെയും രോഗം. 6000-ഓളം മരുന്ന് ഈ അടുത്ത കാലത്ത് നിരോധിച്ച വാർത്താ പത്രങ്ങളിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. 6000-ഓളം മരുന്നുകൾ, 400-ൽ പരം മരുന്ന് മിശ്രിതങ്ങളെ ഗവൺമെന്റിന് നിരോധിക്കേണ്ടി വന്നു. എന്തുകൊണ്ട്? മരുന്ന് കഴിക്കുന്നതിലൂടെയുള്ള അപകടങ്ങൾ സമൂഹത്തിൽ വല്ലാണ്ട് വ്യാപിച്ചു. അല്ലെങ്കിലേ ഇന്ത്യ രാജ്യത്തിന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, ഇന്ത്യക്കാർക്ക് മരുന്നുപയോഗം കൂടുതലാണ്. ഇന്ത്യക്കാർക്ക് എന്ന് പറഞ്ഞാൽ കേരളക്കാർക്ക്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരുന്നുപയോഗിക്കുന്ന സ്ഥലം കേരളമാണ്. കേരളത്തിലെ മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിൽ നിന്ന് വന്ന പത്ര റിപ്പോർട്ട് എന്റെ അടുത്തുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരുന്ന് ഉപയോഗിക്കുന്നവർ എവിടെ? കേരളത്തിലാണ്. കേരളത്തിൽ എവിടെ? മലപ്പുറത്താ. മനസ്സിലായി? ഇത് എന്റെ അടുത്തുണ്ട് റിപ്പോർട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ ഷറഫു എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു ആരോഗ്യ പ്രവർത്തകന്റെ റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട്. തെറ്റായ രൂപത്തിലുള്ള ഔഷധ പ്രയോഗങ്ങൾ കൊണ്ട് ഒരുപാട് ആളുകളുടെ ആയുസ് ചുരുങ്ങിപ്പോയിട്ടുണ്ട്, ആരോഗ്യം ക്ഷയിച്ചു പോയിട്ടുണ്ട്, പല നിലയിലുള്ള പുതിയ രോഗങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. ശ്രദ്ധിക്കുക, നല്ല മരുന്നുകൾ മാത്രം ഉപയോഗിക്കുക. ഇന്ത്യയിൽ അൽഹംദുലില്ലാ, ഞാൻ അഭിമാനത്തോടെ പറയട്ടെ, കേരളത്തിൽ 1000-ഓളം വരുന്ന മതപണ്ഡിതന്മാര്, ഇസ്ലാമിക സമൂഹത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഇമാമിയങ്ങള് 1400 വർഷം മുമ്പ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 400-ൽ പരം ഹദീസുകളിലൂടെ ലോകത്തെ പഠിപ്പിച്ച വൈദ്യശാസ്ത്ര രീതികൾ പഠിച്ചെടുക്കുകയും മനുഷ്യ ശരീരത്തിന് ഏറ്റവും ഗുണപ്രദമായ രൂപത്തിലുള്ള ഔഷധങ്ങൾ നിർമ്മിക്കാൻ അറിയുന്നവരായ ആയിരക്കണക്കിന് ഉലമാക്കളെ ഇന്ന് കേരളത്തിന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതൊരു ഭാഗ്യമാണ്. മിഞ്ഞാന്നവര് പൊന്നാനി മഖ്ദൂം പള്ളിയില് വിളക്കത്തിരുന്ന് കിതാബോധി മുമ്പ് തഹ്സീലായതുപോലെ ഈ ഉലമാക്കൾ ഇരിക്കുന്ന ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. കാരണം കേരളത്തിലെ പുതിയ രോഗങ്ങളെ കുറിച്ച് ചിന്തിക്കാനും ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്ന, ഖുർആനിൽ വന്ന ഔഷധങ്ങൾ കേരളീയ സമൂഹത്തിൽ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്നതിനെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെയുള്ള, കർണാടക സ്റ്റേറ്റിലെ മംഗലാപുരം, പിന്നെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ജില്ലയുടെ അങ്ങേ തലവരെയുള്ള വ്യത്യസ്ത അറിവുകളുള്ള മതപണ്ഡിതന്മാര്, വൈദ്യശാസ്ത്ര അറിവുള്ള പണ്ഡിതന്മാര് പൊന്നാനിയിൽ ഒരുമിച്ചുകൂടി. കേരളത്തിന്റെ മക്ക എന്നാണ് പൊന്നാനി വിശേഷിപ്പിക്കുന്നത്. ലോകത്തിന് 2ാമത് ഇസ്ലാമിനെ പുനർജനിപ്പിക്കാൻ കഴിഞ്ഞ ഭാഗ്യമുള്ള മണ്ണ മക്ക എന്നതുപോലെ ഇസ്ലാമിക ലോകത്തിന് വൈജ്ഞാനിക വിഷയത്തിൽ വലിയ സംഭാവനകൾ നൽകിയ മണ്ണാണ് കേരളത്തിന്റെ പൊന്നാനി. ആ പൊന്നാനിയിൽ നമുക്കെല്ലാം സന്തോഷം കിട്ടുന്ന ഒരു വാർത്ത, കേരളത്തിന്റെ, ഇന്ത്യയുടെ, ഏഷ്യയുടെ ആരോഗ്യ ചരിത്രത്തിലെ വിപ്ലവകരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ കേരളത്തിലെ ഒരു കൂട്ടം ഉലമാക്കൾ മുന്നോട്ട് വന്നിരിക്കുന്നു. അവർ ഏറ്റവും ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഔഷധങ്ങൾ നിർമ്മിക്കാൻ കഴിവുള്ളവരാണ് എന്നതാണ് സന്തോഷം. ശരീരത്തിന് ഒരു നിലയിലും ദോഷം ചെയ്യാത്ത അമൂല്യമായ ഔഷധങ്ങൾ നിർമ്മിക്കാൻ കഴിവുള്ള, അതിന്റെ ശാസ്ത്രവശമറിയുന്ന നൂറുകണക്കിന് പണ്ഡിതന്മാർ മിഞ്ഞാന്ന് പൊന്നാനിയിൽ ഒരുമിച്ചുകൂടി. ആ ഫോട്ടോ എനിക്ക് കണ്ടപ്പോ, ഞാൻ മക്കയിലായിരുന്നു, കണ്ടപ്പോ വലിയ ആനന്ദമായി, വലിയ സന്തോഷമായി, വലിയ സംതൃപ്തിയായി. മലപ്പുറം ജില്ലയിലാണല്ലോ പൊന്നാനി ഇരിക്കുന്നത്, മലപ്പുറം ജില്ലയിലാണല്ലോ മരുന്ന് ദുരന്തം ഏറ്റവും കൂടുതൽ നടന്നത്. അവിടെ തന്നെ മറ്റൊരു ആരോഗ്യ വിപ്ലവത്തിന് ഈ ഉമ്മത്തിലെ ഉലമാക്കൾ നേതൃത്വം വഹിക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനിത് പറയുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അവരുടെ പ്രവർത്തനം വിജയിപ്പിക്കട്ടെ.
അവര് 100-100ഓളം ഉലമാക്കൾ ചേർന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വൈദ്യശാസ്ത്രത്തെ പരിചയപ്പെടുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെ സ്ഥാപിച്ചു. പ്രിയപ്പെട്ടവരെ, 3 വർഷം പൂർത്തിയാകുമ്പോഴേക്കും ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഏറ്റവും വലിയൊരു യൂണിവേഴ്സിറ്റി കേരളത്തിൽ പറക്കാൻ പോവാ. അതിന്റെ പ്രാഥമികമായ പല രജിസ്ട്രേഷനുകളും ഗവൺമെന്റിൽ നടന്നു കഴിഞ്ഞു. നിങ്ങളത് മനസ്സിലാക്കേണ്ടത്, പ്രാഥമികമായ ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കേണ്ടതുമായി ബന്ധപ്പെട്ട പല രജിസ്ട്രേഷനുകളും കേരളത്തിൽ നടന്നു കഴിഞ്ഞു. കോഴിക്കോട് ആസ്ഥാനമായി നടന്നു കഴിഞ്ഞു. നമ്മൾ ഭാഗ്യവാന്മാരാണ്. അപ്പൊ നല്ല മരുന്ന് ഹൃദയ ആരോഗ്യത്തിന് ആവശ്യമാണ്. ഇല്ലെങ്കിൽ ഹൃദയ ബലഹീനത ഉണ്ടാവും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്നതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നല്ല സംഗീതം. ഹൃദയ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമുള്ളതാണ് നല്ല സംഗീതം. ഇന്നിപ്പോ സംഗീതത്തിന്റെ വിവാദം കേരളത്തിൽ അങ്ങനെ മുഴങ്ങി നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? മാണിക്യമലരായ ഭൂവിയുടെ വിവാദം വഴങ്ങി. നമ്മളത് മെയിൻ ചെയ്യേണ്ട വിഷയമല്ല. അപ്പോൾ അതല്ല ഞാൻ പറയുന്നത്. എന്താണ് സംഗീതം? നല്ല പാട്ട്. നല്ല പാട്ടുകൾക്ക് മനുഷ്യ ഹൃദയത്തെ ശക്തിപ്പെടുത്താൻ കഴിയും. നല്ല സംഗീതത്തിന്, സംഗീതം കൊണ്ട് ഉദ്ദേശം മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചുള്ള സംഗീതമല്ല, നല്ല സ്വരമാതിരിയുള്ള ശബ്ദത്തിൽ നിന്ന് കേൾക്കുന്ന പാട്ടുകൾ, ബാങ്കുകൾ, മൗലിദുകൾ, മജ്ലിസിന്നൂറിലെ ബൈത്തുകൾ നല്ല രസമുള്ള ശബ്ദത്തിലാണ് കേൾക്കുന്നതെങ്കിൽ അത് ഹൃദയത്തെ ശക്തിപ്പെടുത്തും. നിങ്ങൾ ശ്രദ്ധിക്കൂ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ ജനിച്ച ഉടനെ കുഞ്ഞിന്റെ വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കാൻ പറയണതിന്റെ പിന്നിലുള്ള കാര്യം എന്താ? ഖുർആൻ ഓതി കൊടുക്കാനല്ലല്ലോ പറയണത്. അഹ്സനിൽ കലാമി കലാമുള്ള എന്നല്ലേ? നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ നിർത്തുകയാണ്, പ്രസംഗം കഴിഞ്ഞു. ഏറ്റവും നല്ല വാക്കേതാ? അല്ലാഹുവിന്റെ കലാമാണ്. ഒരു മനുഷ്യൻ ജനിച്ച ഉടനെ ആദ്യം കേൾപ്പിക്കുന്നത് ബാങ്കാണ്. ബാങ്ക് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു, അങ്ങനെയല്ല, നല്ല ഈണത്തിൽ കേൾപ്പിക്കണം. അതതിന്റെ സയൻസ് അറിഞ്ഞാലേ മനസ്സിലാകുള്ളൂ. നല്ല ഈണത്തിലാണ് ബാങ്ക് കേൾപ്പിക്കേണ്ടത്. എന്തിന്? അവന്റെ ഹൃദയത്തിന്റെ പ്രവർത്തനവും മസ്തിഷ്കത്തിന്റെ പ്രവർത്തനവും ശരിയായി പ്രവർത്തിച്ചു തുടങ്ങാൻ. 9 മാസക്കാലം ഉമ്മാന്റെ പള്ളയിലും ഉമ്മാന്റെ ഹൃദയ സഹായത്തോടുകൂടി ജീവിച്ച മനുഷ്യൻ സ്വന്തം ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന്റെ സപ്പോർട്ടോടുകൂടി ജീവിക്കാൻ തുടങ്ങുന്നത് പ്രസവശേഷമാണ്. അപ്പൊ റിതം ഓഫ് ഹാർട്ട്, ഹൃദയത്തിന്റെ താളം, റിതം ഓഫ് ഹാർട്ട്, ഹൃദയത്തിന്റെ താളം ശരിയായ രൂപത്തിൽ നടക്കണമെങ്കിൽ ജന്മത്തിന്റെ ആദ്യഘട്ടത്തിൽ ശബ്ദം കേൾക്കണം. കേവലം ശബ്ദമല്ല, സംഗീത സ്വഭാവത്തിലുള്ള ശബ്ദം, ഈണത്തിലുള്ള ശബ്ദം. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ട് തന്നെ ജനിച്ച ഉടനെ കുഞ്ഞിന്റെ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇക്കാമത്തും കൊടുക്കാൻ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ബാലൻസ് തീരുമാനിക്കുന്നതിൽ, മനുഷ്യ ശരീരത്തിന്റെ ബാലൻസ് തീരുമാനിക്കുന്നതിൽ മനുഷ്യന്റെ ചെവിക്ക് വലിയ പങ്കുണ്ട്. സാധാരണ തലകറക്കം പോലത്തതും ശരി ഇങ്ങനെ നടക്കുമ്പോൾ വീച്ചിപ്പോക്കൊക്കെ വരുത്ത ആർക്കാണ്? പ്രഷറിന്റെ കംപ്ലൈന്റ് ഉള്ളവർക്കാണ്. എന്നാൽ ആന്തരിക കർണത്തിന്, ചെവിയുടെ ഉൾഭാഗത്ത് വല്ല പ്രശ്നങ്ങളും വന്നാൽ അവർക്ക് പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല. ഒരുപാട് നേരം ഇരുന്ന് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ അവർ തലകറങ്ങി വീണുപോകും. അവർക്ക് ബാലൻസ് ചെയ്യാൻ കഴിയില്ല. ENT സ്പെഷ്യലിസ്റ്റിനോട് നിങ്ങൾ ഇത് ചോദിക്കണം. ENT സ്പെഷ്യലിസ്റ്റിനോട് ചോദിക്കുക. ചെവിക്ക് വല്ല പ്രശ്നം വന്നാൽ തലകറക്കം പോലത്തത് ഫീൽ ചെയ്യുമെന്ന് ചോദിക്കുക. മനുഷ്യനെ നിയന്ത്രിക്കുന്നതിൽ കാതുകൾക്ക് വലിയ പങ്കുണ്ട്. ഇത്ര വലിയ ശാസ്ത്രബോധമുള്ള ഒരു മതമാണ് നമ്മുടേത്, ഇസ്ലാമിന്റേത്. നിങ്ങളെന്താ മനസ്സിലാക്കിയത്? ഒരു മനുഷ്യന്റെ ആരോഗ്യത്തെ നിലനിൽക്കാൻ, നിങ്ങളല്ലെങ്കിൽ ആലോചിച്ച് നോക്കി, ഒരു പെണ്ണ് പെറ്റിട്ട് രക്തം വാർന്ന് നിൽക്കുന്ന സമയത്താ ബാങ്ക് കൊടുക്കാൻ പറയുന്നത്. 3-ാം ദിവസം അല്ലല്ലോ. നിങ്ങൾ എന്താ ഇവിടെ ശ്രദ്ധിക്കില്ലേ? എപ്പോഴാ ബാങ്ക് കൊടുക്കേണ്ട കുഞ്ഞിന്റെ ചെവിയില്? എപ്പോഴാണ്? പ്രസവിച്ച ഉടനെ. അപ്പുറം ഒരാൾ വേദന എടുത്തിട്ട് പ്രസവിച്ചിട്ട് ആ കിടങ്ങറായി കിടക്കുന്നുണ്ട്, അപ്പോഴാ ബാങ്ക് കൊടുക്കാൻ പറയണത്. കാരണം ഇനി അവൻ പിച്ച വെച്ച് നടക്കണം. അവന്റെ മസ്തിഷ്ക 100 കോടിക്കണക്കിന് നരമ്പുകൾ ശരിയായ രൂപത്തിൽ പ്രവർത്തിക്കണം. ഹൃദയ മസ്തിഷ്ക ബന്ധം ശരിയായി തീരണം. അതിനവൻ ശരിയായ ഒരു ശബ്ദം കേൾക്കണം. ഇത്രമേൽ ശാസ്ത്രബോധമുള്ള, ശാസ്ത്ര പിൻഫലമുള്ള ഒരു മതത്തെ നമുക്ക് വേറെ കാണാൻ കഴിയോ? സംഗീതം. കുത്രാത്തീബിനെ കുറിച്ചൊരു ചർച്ച നടത്തി നമ്മള്. കുത്രാത്തീബിനെ കുറിച്ചൊരു ചർച്ച. മൂർച്ചയുള്ള ആയുധം സ്വന്തം ശരീരത്തിൽ വെക്കാനുള്ള ധൈര്യം, ആ മനോബലത്തിന്റെ പിന്നിലെ രഹസ്യം അന്വേഷിച്ചു.
അന്വേഷിച്ചപ്പോ ഒരുപാട് ഉത്തരങ്ങളിൽ കിട്ടിയ ഒരുപാട് ഉത്തരം അവര് കുത്രാത്തീബിന്റെ കത്തിപ്രയോഗം തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് നേരം നല്ല ഈണത്തിൽ ബൈത്തുകൾ ചൊല്ലും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരുപാട് നേരം നല്ല ഈണത്തിൽ അവര് ബൈത്തുകൾ ചെല്ലും. നിങ്ങൾ കുത്രാത്തീബ് കണ്ടുണ്ടോ? നിങ്ങളെന്താ മനസ്സിലാക്കിയത്? നമ്മുടെ പഴയ തലമുറ ചെയ്യുന്നതൊക്കെ ഒന്നും അറിയാണ്ട് ചെയ്യുന്നതെന്നാണ്. പൂർവികരുടെ വഴി എത്ര പെർഫെക്റ്റ് ആണെന്ന് അറിയാമോ നമുക്ക്? തൊട്ട് മുമ്പുള്ള തലമുറയുടെ ഓരോ ശൈലികളും എത്രമാത്രം ശാസ്ത്രീയമാണെന്ന് അറിയുമോ നമുക്ക്? അള്ളാഹുവിന്റെ ദിക്റിന്റെ വലുപ്പം ബോധ്യപ്പെടുത്താൻ തന്നെ ഈ പരിപാടി. അല്ലാതെ ഇത് ശരീരത്തെ അവയപ്പെടുത്തലല്ല, അത് ബോധമില്ലാണ്ട് കുത്തല ശരീരത്തെ അവയപ്പെടുത്തരുത്. സ്വന്തം ശരീരത്തെ ബുദ്ധിമുട്ടിക്കലല്ല, അത് ശറൈന് വിരുദ്ധമല്ല എന്ന് പ്രസംഗിക്കൊന്നും വേണ്ട. ശാസ്ത്രം പഠിച്ചാൽ പ്രസംഗിക്കൂല. അങ്ങനെ സ്വന്തം ശരീരത്തിൽ അപകടം ഉണ്ടാക്കാൻ പറ്റുമോ? അപകടം ഉണ്ടാവുണ്ടോ? നിങ്ങൾ വെറുതെ വർത്താനം പറയാം. അപകടം ഉണ്ടാവുണ്ടോ? അങ്ങനെ കുത്തുകൊണ്ടിട്ട് ആരോ മരിച്ചൊരു കഥ ഉണ്ടോ കേരളത്തിൽ? കുത്രാത്തീബിന്റെ കത്തിപ്രയോഗത്തിൽ മരിച്ചൊരു അനുഭവം കേരളത്തിൽ ഇതുവരെ വായിച്ചോ? ആംബുലൻസ് ഇല്ലാത്ത കാലത്ത്, ഇലക്ട്രിക് സൗകര്യം ഇല്ലാത്ത കാലത്ത് കുത്രാത്തീബ് ഉണ്ടായിട്ടില്ലേ? ശസ്ത്രക്രിയ ഇല്ലാത്ത കാലത്ത്, തുന്നൽ സംവിധാനം ഇല്ലാത്ത കാലത്ത് കുത്രാത്തീബ് ഉണ്ടായിട്ടില്ലേ? ഏത് മനുഷ്യന്റെ ശരീരമാണ് കുത്രാത്തീബിലൂടെ അപകടപ്പെട്ടത്? നിങ്ങൾ പറഞ്ഞേരി. നിങ്ങൾ അന്വേഷിച്ച് പിന്നെ പറഞ്ഞാലും മതി. നിങ്ങൾ പറഞ്ഞേരി. അങ്ങനെയില്ല. അതിന്റെ ഒരു മനുഷ്യന്റെ ദിക്റിലൂടെ ഒരു മനുഷ്യൻ ആത്മീയ തലത്തിൽ ഉന്നത അവസ്ഥയിലെത്തിയാൽ, ദിക്റിലൂടെ ഒരു മനുഷ്യൻ ഉന്നതാവസ്ഥയിലെത്തിയാൽ അവന്റെ സ്റ്റേജ് സാധാരണക്കാരന് അപ്രാപ്യമായ സ്റ്റേജാണ്. സാധാരണക്കാരന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സ്റ്റേജാണ്. നബിമാരുടെ മൗജിദത്ത് പോലെ, ഔലിയാക്കളുടെ കറാമത്ത് പോലെ, സ്വാലിഹീങ്ങൾക്ക് നബിമാരുടെ മൗജിദത്ത് പോലെ, ഔലിയാക്കളുടെ കറാമത്ത് പോലെ സ്വാലിഹീങ്ങൾക്ക് ദിക്റിലൂടെ ചില സ്റ്റേജുകൾ വരും. സ്വാലിഹീങ്ങൾക്ക് ദിക്റിലൂടെ സാധാരണക്കാർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യും. അവരത് ചെയ്തിരിക്കും. അപ്പോ നല്ല സംഗീതം, അപ്പൊ ഇടയ്ക്കിടെ പാട്ട് കേൾക്കണം. എപ്പോഴും ഇങ്ങനെ മുഷിഞ്ഞിരിക്കണ്ട. നല്ല ബൈത്തുകൾ നല്ല ഇപ്പൊ എല്ലാം ഇതിൽ കിട്ടുന്നുണ്ട്. എല്ലാം ഇത് കിട്ടുന്നുണ്ട്. എന്താ ബൈത്ത്, നല്ല കുട്ടികളൊക്കെ പാടുന്ന തലകൽ ബദറു അല്ലെങ്കിൽ എന്താ ബൈത്ത്, നല്ല പാട്ട്. ആ മാപ്പിള പാട്ടായാലും കേട്ടോ. നിങ്ങൾ പിന്നെ എന്താണ് മറ്റേ ഖദീജാബീവിന്റെ പാട്ടിന്റെ കേട്ടോ, നല്ല തന്നെ കേട്ടോ നിങ്ങള്. എന്നാലും ട്രെൻഡ് ആയല്ലോ അല്ലേ? അതിന്റെ കേട്ടോളി. നല്ല പാട്ടല്ലേ അത്? നല്ല പാട്ടാണ്. മനസ്സിലായില്ലേ? നല്ല കേട്ടോ, നല്ല പാട്ട് കേട്ടോ. പിന്നെ മ്യൂസിക് വല്ലാണ്ട് ആസ്വദിക്കുക വെച്ചാൽ ഹൃദയത്തിന്റെ താളം തെറ്റ് ചെയ്യുക. അതാ മ്യൂസിക്കിന്റെ പ്രശ്നം. അല്ലാണ്ട് മ്യൂസിക്കിനോട് എന്തോ ദേഷ്യം പിടിച്ചിട്ടൊന്നുമല്ല. മ്യൂസിക്കിന്റെ ആ വേഗത ഹൃദയത്തിന്റെ താളത്തോട് ചേരില്ല. എന്തുകൊണ്ടാ ഇൻസ്ട്രുമെന്റ്സിനോട് നമ്മൾ മുഖം തിരിഞ്ഞു നിൽക്കുന്നത്? ഇൻസ്ട്രുമെന്റ്സിനോട് നമ്മൾ മുഖം തിരിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാ? അതിന്റെ താളാത്മകത നമുക്ക് ചേരാത്തതാണ്. ഞാൻ പറഞ്ഞു റിതം ഓഫ് ഹാർട്ട്, ഹൃദയത്തിന്റെ താളം. ഹൃദയത്തിന്റെ മിടിപ്പിനൊരു താളമുണ്ട്, ഒരു ഘടനയുണ്ട്. ആ താളത്തോട് ചേരില്ല. അമ്മാതിരി പെരുപ്പിക്കല ചില ആൾ ചണ്ടമലൊക്കെ പെരുപ്പിക്കുക, അതിവിടെ പെരുപ്പുണ്ടാക്കും. അത്രേ പ്രശ്നമുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ നല്ല പാട്ട് കേട്ടോളി കേട്ടോ. പെണ്ണ് കേട്ടാത്ത ബാല്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ നല്ല പാട്ട് പാടാൻ കൂടി അറിയുന്ന പെണ്ണ് കെട്ടിക്കോ, എന്നാൽ നല്ല ഉഷാറാവും, ജീവിതത്തിനൊരു സന്തോഷം ഉണ്ടാവും. ഇത് വെറുതെ വർത്താനം പറയാൻ മാത്രം അറിയുന്നതിനെ കെട്ടിയ ഉറക്കം കിട്ടൂല. അത് ശ്രദ്ധിച്ചോളി നിങ്ങള്. പിന്നെ നല്ല മധുരെല്ലാം പറ്റിയിട്ട് വർത്താനം പറയുന്ന തിരക്കേടില്ല. നല്ല ഉപ്പും മുളകും മസാലയും പറ്റിയിട്ട് ഇപ്പം വർത്താനം. ഓക്കെ. അപ്പൊ നല്ല സംഗീതത്തിന് മനുഷ്യന്റെ ഹൃദയത്തെ ശക്തിപ്പെടുത്താൻ കഴിയും എന്നതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നല്ല സുഗന്ധം. ഹൃദയത്തിന് ശക്തി ഉണ്ടാവണമെങ്കിൽ നല്ല സുഗന്ധം വേണം. നമ്മൾ ചിലപ്പോൾ വാങ്ങിയിട്ട് അൾമറിന്റെ മൂലക്ക് വെച്ചിട്ട് പിന്നെ പങ്കിൽ കണ്ടിട്ട് ഒരിക്കൽ തൊടുക. പലരുടെയും പെട്ടിയിൽ ഇപ്പൊ നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാന്നെല്ലാം വിചാരിച്ചിട്ട് എത്ര ഉണ്ടാവും നിങ്ങളെല്ലാം പെട്ടിയിൽ. നല്ല മണങ്ങാണ് വാങ്ങി വെച്ച് നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാം. നാട്ടിൽ കൊണ്ടുപോകുമ്പോൾ വെച്ച് അൾമറിന്റെ മൂലക്ക് വെച്ച് പിന്നെ അത് കണ്ടിട്ടില്ല. ഇച്ചങ്കായി അത്ര പറ്റാണ്ട് നടന്ന്. സുഗന്ധമുള്ളിടത്ത് നിങ്ങൾ മറ്റു മരുന്നിനെ അന്വേഷിക്കേണ്ടതില്ല എന്ന് ഇമാമുന ഗസ്സാലി റഹിമഹുല്ലാഹ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പഠിച്ച കാര്യമാണ്. സുഗന്ധമുള്ളിടത്ത് നിങ്ങൾ മറ്റു മരുന്ന് ഔഷധങ്ങളെ തേടേണ്ടതില്ല. മനസ്സിന് ഉണർവുണ്ടാക്കാൻ, ശരീരത്തിന് ഉണർവുണ്ടാക്കാൻ, ഹൃദയ മസ്തിഷ്ക ബന്ധത്തെ ശക്തിപ്പെടുത്താൻ സുഗന്ധം നല്ല ഔഷധമാണ്. സുഗന്ധം ഉപയോഗിക്കുന്ന ശീലം നമ്മൾ നടപ്പിൽ വരുത്തണം. മഹാനായ ശൈഖുന അത്തിപ്പറ്റ് ഉസ്താദ് ഒരു ക്രമം എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു ആ മഹാന് ദീർഘായുസ് കൊടുക്കട്ടെ. ഇന്നിപ്പോ സദസ്സിൽ നിന്ന് ഒരാൾ ഇവിടെ അത്ര തന്നു. ആരാ തന്നാള്? ഉസ്താദാ. അപ്പൊ എല്ലാരും ഇവിടെയാ പറ്റിയത്. ഞാൻ എവിടെയാ പറ്റിയെന്ന് ചോദിച്ചോക്കി ഉസ്താദിനോട്.
കൈ വെള്ളയിലാണ്. അത്ര ഇവിടെയാണ് എടുക്കേണ്ടത്. ഇവിടെ എടുത്തിട്ട് ഈ കൈ കൊണ്ട് എടുക്കണം, എന്നിട്ട് ഇങ്ങനെ പുരട്ടണം. നെറ്റിയിലും കവിളിലും പുരട്ടിയിട്ട് കൈ വരച്ചിട്ട് ദേഹത്ത് പുരട്ടണം. മഹാനായ ശൈഖുന ആത്തിഫത്ത് ഉസ്താദ് അത്ര പുരട്ടാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ എടുത്താലേ നമുക്ക് വലത് കൈ കൊണ്ട് എടുത്തിട്ട് വരക്കാൻ പറ്റുള്ളൂ. ഇനി ഇപ്പഴായാലും നടക്കായിക്കൊന്നുമില്ല. വാങ്ങുമ്പോൾ പിന്നെ ഇങ്ങനെ ആക്കണമല്ലോ, വലത്തെ കൈ കൊണ്ടല്ലേ വാങ്ങേണ്ടത്. ചെയ്തോളി. നമ്മൾ തന്നെ നമ്മളെ കുപ്പിന്ന് എടുക്കുമ്പോൾ ഇങ്ങനെ ആക്കിയാലും പറ്റുമല്ലോ. മനസ്സിലായില്ലേ? ഏതായാലും കൈവെള്ളയില്. മനസ്സിലായില്ലേ? മഹാനവർകൾ ഒരു ദിവസം വീട്ടിൽ കാണാൻ പോയപ്പോൾ പഠിപ്പിച്ചു തന്നൊരു കാര്യം, ഇങ്ങനെ മക്കത്ത് പോകേണ്ട ഒന്ന് തറക്കണം എന്ന് പറയാൻ പോയപ്പോൾ 2 കാര്യം പഠിപ്പിച്ചു തന്നു. അള്ളാഹു മഹാന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. 2 കാര്യം പഠിപ്പിച്ചു തന്നു. അതിൽ ഒന്ന് ഈ അത്തർ പറ്റുന്ന കാര്യമാണ്, മറ്റൊന്ന് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ചൊല്ലുന്ന കാര്യമാണ്. എന്നോട് പറഞ്ഞു ഉംറക്കല്ലേ പോകുന്നു. അതെ. അപ്പൊ എന്നോട് പറഞ്ഞു തൽബിയത്ത് ചെല്ലാൻ അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയാമെന്ന് പറഞ്ഞു. എന്നാ ചെല്ലുന്ന് പറഞ്ഞു. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക ലാ ശരീക. തെറ്റി. അങ്ങനെയല്ല. അപ്പൊ എനിക്ക് ബേജാറായി. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക. അടുത്ത സീഗ തുടങ്ങേണ്ടത് ലാ ശരീക ലക ലബ്ബൈക. സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ചെയ്തത്. പക്ഷെ നമ്മൾ മൊത്തം കേൾക്കൽ എങ്ങനെയാ അല്ലേ? ഞാനിങ്ങനെ ചൊല്ലാറുള്ളത്, നിങ്ങളെങ്ങനെ ചൊല്ലിക്കോളി. ഞാനിങ്ങനെയാണ് ചൊല്ലാറുള്ളത്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക. അവിടെ ഒരു സീഗ തീർന്നു. ലാ ശരീക എന്നുള്ളത് മറ്റൊരു സീഗന്റെ തുടക്കാണ്. നമ്മളെന്തോ ഒരു ഈണം വന്നപ്പോ അതിനൊപ്പം ചേർത്തി. അങ്ങനെയുണ്ടല്ലോ കവിതയുടെ പ്രാസവും അങ്ങനെയുണ്ടല്ലോ കോർവ് ഒപ്പിക്കാനൊക്കെ ചെല്ലുന്നതായിരിക്കും. അതുകൊണ്ട് തെറ്റെന്ന് പറയാൻ കഴിയില്ല. അതിന്റെ യഥാർത്ഥ രീതി ഇങ്ങനെയാണെന്ന് മഹാനായ ശൈഖുന ആത്തിഫത്ത് ഉസ്താദ്. മഹാനവർകൾ സൂഫി വരിയിൽ മാത്രമല്ല വലിയ കിതാബ് അറിയുന്ന വലിയ അഗാധമായ ഖുർആനിലും ഹദീസിലും ഫിഖിഹിലും അഗാധ പാണ്ഡിത്യമുള്ള മഹാനായ പണ്ഡിതൻ കൂടിയാണ്. അങ്ങനെയുള്ള മഹാന്മാരാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വലിയ സന്തോഷം. എല്ലാ മഹാന്മാർക്കും, പ്രത്യേകിച്ച് എന്റെ ഉസ്താദ് ശൈഖുന PKP അബ്ദുസ്സലാം മുസ്ലിയാർ, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും സിഹത്തും ഖുവ്വത്തും ഒരുപാട് കാലം ഈ ഉമ്മത്തിന് നേതൃത്വം നൽകാനുള്ള തൗഫീഖ് കൊടുക്കട്ടെ. എന്നപോലെ നമ്മുടെയൊക്കെ സമൂഹത്തിൽ ജീവിക്കുന്ന മുഴുവൻ ഉലമാക്കൾ, ഉമറാക്കൾ, നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന സാദാത്യങ്ങൾ, നമ്മുടെ നേതാക്കൾ, നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും സിഹത്തും ഖുവ്വത്തും അവരുടെ ഇൽമിലും ഹിൽമിലും ഹിക്മത്തിലും ബർക്കത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പൊ സുഗന്ധം നല്ല സുഗന്ധം ഉപയോഗിക്കുക. ഊത് വലിയ ഔഷധമാണ്. അപസ്മാരം പോലത്തെ രോഗത്തിൽ ബനൂത്ത് എന്ന ഇനത്തിൽപ്പെടുന്ന ഊതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വൈദ്യശാസ്ത്രത്തിൽ വലിയ ചർച്ചയാണ്. ഹാർട്ടിനും മസ്തിഷ്കത്തിനും ഒരുപോലെ ബന്ധമുള്ള മനോബന്ധിത ശിരോരോഗം, സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്ന് പറയാം. മനോബന്ധിത ശിരോരോഗം, മനസ്സും ശിരസ്സും കൂടി തമ്മിൽ ബന്ധമുള്ള രോഗമാണ് അപസ്മാരം. ഹൃദയത്തിനും മസ്തിഷ്കത്തിനും ബന്ധമുള്ള രോഗമാണ് അപസ്മാരം. ഈ അപസ്മാര രോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വൈദ്യശാസ്ത്രത്തിലെ സുഗന്ധ ചികിത്സയിലൂടെ, ബാങ്ക് ചികിത്സയിലൂടെ ശമിപ്പിക്കാൻ പറ്റും. 2 ചികിത്സയുള്ളത്. ഒന്ന് സുഗന്ധ ചികിത്സ, മറ്റൊന്ന് ബാങ്ക് ചികിത്സ. സുഗന്ധ ചികിത്സക്ക് ഉപയോഗിക്കുന്നത് ബനൂത്ത് ഇനത്തിൽപ്പെടുന്ന ഊതാണ്. ഊത് കുറെ ഇനമുണ്ട്. ഈ ഊത് പ്രത്യേക രൂപത്തിൽ രോഗിയെ കഴിപ്പിക്കുക. ഊത് സുഗന്ധമാണ്. അപ്പൊ സുഗന്ധമുള്ളിടത്ത് നീ മറ്റൊരു മരുന്നിനെ അന്വേഷിക്കേണ്ടതില്ലെന്ന് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു. സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനത്തിൽ നിന്നായി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നല്ല സുഗന്ധം നമ്മുടെ ശീലമാവട്ടെ. അത് പ്രഭാതത്തിലായാലും രാത്രി കിടക്കുന്ന നേരത്തായാലും മറ്റ് സമയങ്ങളിലായാലും ഉപയോഗിക്കാൻ കഴിയുന്നവർ നല്ല സുഗന്ധത്തെ ഉപയോഗിക്കുക. അതുപോലെ ഏറ്റവും അവസാനം ഞാൻ പറയട്ടെ, നല്ല ആത്മീയത. കപടാത്മീയത നമുക്കറിയാലോ. ശംസുലമയെ പോലുള്ള ആളുകള് തെരഞ്ഞുപിടിച്ച് ഇല്ലായ്മ ചെയ്ത ആത്മീയതകളൊക്കെ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടില്ലേ? കണ്ണൂർ ജില്ലയിലൊക്കെ ചില ആത്മീയവാദികൾ അങ്ങനെ ഉണ്ടായിരുന്നു. ഈ കിണറ്റിലെ തവളയാടോ എന്നാ പറഞ്ഞു ഒരുത്തനോട്. നീ കിണറ്റിലെ ഔലിയല്ല, കിണറ്റിലെ തവളയെന്ന് പറഞ്ഞൊരു വലിയ മൂപ്പറുണ്ടായിന് കണ്ണൂര്. ഞാൻ പിന്നെ പേരൊന്നും പറയാത്തൊക്കെ മരിച്ചുപോയി കഴിഞ്ഞിരിക്കണ്. ഏതായാലും നല്ല ആത്മീയത. സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ കേരളീയ മുസ്ലിമീങ്ങളോട് രോഗങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും വർദ്ധിച്ച സമയത്ത് മജ്ലിസുൻ നൂർ സംഘടിപ്പിക്കാൻ പറഞ്ഞു. ഇത് നല്ല ആത്മീയതയുടെ ഭാഗമാണ്. എന്നതുപോലെ സാദാത്തുക്കളിൽ നിന്നും ആലിമീങ്ങളിൽ നിന്നും സമൂഹം എല്ലാവരും സ്വീകരിക്കുന്ന മഹാന്മാരുടെ വഴി മാത്രം സ്വീകരിക്കാം. പൊതുസമൂഹം സ്വീകരിക്കുന്ന മഹാന്മാരുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ അത്തിപ്പറ്റ ഉസ്താദിനെ പോലെ, മാണിയൂർ ഉസ്താദിനെ പോലെ, വാവാട് ഉസ്താദിനെ പോലെ പൊതുസമൂഹം അംഗീകരിക്കുന്ന മഹാന്മാരുണ്ട്. അവരെ കൈപിടിക്കുക. ഇത് നാട്ടിലും ആർക്കും അറിയില്ല, സമസ്തയിലും ആർക്കും അറിയില്ല. അമ്മാതിരി ചില ആളുകളുണ്ട്. അപകടത്തിൽപ്പെടരുത്. ആത്മീയ വിഷയത്തിലൂടെ വലിയ അപകടത്തിൽ വരും. ഷിർക്കിലും കുഫറിലും എത്തിപ്പെടും.
സൂക്ഷിക്കണം. നല്ല ആത്മീയത, അതായത് നല്ല ചിന്തകൾ, നല്ല ആത്മീയത ഉള്ളവരിൽ വരും. എല്ലാ മനുഷ്യനെയും ഉൾക്കൊള്ളാനുള്ള വിശാലമായ ഒരു മനസ്സ് അത്തരം ആളുകളിലാ ഉണ്ടാവുക. അല്ലെങ്കിൽ പലരോടും വെറുപ്പും വിദ്വേഷവും അകൽച്ചയും സൂക്ഷിക്കുന്നവരായി നമ്മൾ മാറും. ആത്മീയത കുറഞ്ഞു പോകുമ്പോഴാണ് ആളുകളോട് വെറുപ്പ്. ആളുകളോട് വെറുപ്പ് സൂക്ഷിക്കുന്ന ഹൃദയം വേഗം തളർന്നു പോകും. ആളുകളോട് പക സൂക്ഷിക്കുന്ന ഹൃദയം വേഗം തളർന്നു പോകും. ആളുകളോട് സന്ധിയില്ലായ്മ, ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാതിരിക്കുക, കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. എവറി ടൈം ക്ലാഷിംഗ് മൈൻഡ്, ഫൈറ്റിംഗ് മെന്റാലിറ്റി, ക്ലാഷിംഗ് മൈൻഡ്, തർക്ക സ്വഭാവം. നല്ല ആത്മീയതയില്ലെങ്കിൽ ആളുകളോട് തർക്കിക്കുന്ന സ്വഭാവം കൂടും. തർക്കിക്കുന്ന സ്വഭാവമുള്ളവരിൽ ഹൃദയശക്തി കുറയും. ഒന്ന്, പിണങ്ങുന്ന സ്വഭാവം കൂടും. ആത്മീയതയില്ലെങ്കിൽ ആളുകളോട് ആളുകളോട് പിണങ്ങുന്നവരിലും ഹൃദയശക്തി കുറയും. അതുകൊണ്ടല്ലേ പറഞ്ഞത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചല്ലോ, 3 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ പിണങ്ങി നിൽക്കരുതെന്ന്. 3 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ പിണങ്ങരുത് എന്ന് പറഞ്ഞ എന്തുകൊണ്ടാ? നിങ്ങളുടെ അവയവം നിങ്ങളോട് പിണങ്ങും. മനസ്സിലായിട്ടില്ല? നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ആ വിഷയം മനസ്സിലായിട്ടില്ല. നിങ്ങൾ ഇണങ്ങി നിൽക്കേണ്ടവരോട് പിണങ്ങിയാൽ, ഇപ്പൊ മനസ്സിലായോ? ഇണങ്ങി നിൽക്കേണ്ടവരോട് പിണങ്ങിയാൽ നിങ്ങൾ 3 ദിവസത്തിൽ കൂടുതൽ ആ പിണക്കം നീണ്ടു നിൽക്കരുത്. എന്തുകൊണ്ട്? 3 ദിവസത്തിൽ കൂടുതൽ നിങ്ങളുടെ പിണക്കം നീണ്ടു നിന്നാൽ നിങ്ങളുടെ ശരീരത്തിലെ പല അവയവങ്ങളും നിങ്ങളോട് പിണങ്ങും. അങ്ങനെ പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായില്ല? ശരീരത്തിന്റെ ആന്തരികമായ പല അവയവങ്ങളും ശരിയായി പ്രവർത്തിക്കൂല. അതുകൊണ്ടാണ് ജോയിന്റ് രോഗങ്ങൾ, കെണിപ്പ് രോഗങ്ങൾ വർദ്ധിക്കുന്നത് പിണക്കമുള്ളവരില്ല. ഇനി ആർക്കും മുട്ടുവേദന ഉണ്ടെങ്കിൽ ഇയാൾ പിണങ്ങുന്ന ആളൊന്നും വിധി എഴുതിയേക്കണ്ട. പറയാനും പേടിയാണ് എനിക്ക് ചില കാര്യങ്ങൾ. മനസ്സിലായില്ലേ? ചില കാര്യങ്ങൾ പറയാൻ പേടിയാണ്. ഏത് മുട്ടുരോഗം അങ്ങനെയാണ്. സന്ധുരോഗങ്ങൾ എല്ലാവർക്കും എല്ലാ രോഗവും ഒരേ കാരണത്താലല്ല കേട്ടാ. ചിലത് ഞാൻ നേരത്തെ പഴം തിന്നാത്തതിന്റെ കാരണം കൊണ്ടും വെള്ളം കുടിക്കാത്തതിന്റെ, അത് ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങളെല്ലാം ഒരേ അർത്ഥം വെക്കരുത്. പഴവും തിന്നൂല, വെള്ളവും കുടിക്കൂല, പച്ചക്കറിയും തിന്നൂല, ചെറിയ മീനും തിന്നൂല, മുള്ളും തിന്നാണ്ട് നടക്കുന്ന ആൾക്ക് മുട്ടുരോഗം വരും. അത് വരെ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്നാൽ എന്തിനും തൊട്ടേനും എടുത്തേനും മൂക്കുമ്പോ മൊഞ്ചു എന്ന് പറയും. നമ്മുടെ തലപ്പറമ്പില് കുറ്റേരിയിൽ എന്താ പറയാ? മൂക്കുമ്പോ മൊഞ്ചു എന്ന് പറയാം. തൊട്ടിയാതിരിക്കുന്ന മൂക്കെന്ന് പറയില്ലേ? അജാതി ചൂടന്മാരുണ്ടാവും. അങ്ങനെ ചൂടന്മാർക്ക് വരുന്ന രോഗമുണ്ട്. ആ ചൂട് കാരണം ജോയിന്റിലെ ഫ്ലൂയിഡുകളും ദ്രവിക്കും. മുട്ടിന്റെ ആ കെണിപ്പിന്റെ അവിടെ ഒരു, നിങ്ങൾ ഇതെല്ലാം അറിയുന്ന കാര്യമല്ലേ, കാർട്ടിലേജസ് എന്നൊരു സംഭവം ഇല്ലേ മുട്ടിന്റെ അവിടെ വെഴുവെഴുപ്പുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അത് ഇല്ലാണ്ടാവുമ്പോഴാണല്ലോ ഇത് തമ്മിൽ വരസുക. നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ടോ ഞാൻ പറയണ്ടില്ലല്ലോ. അത് ഉണങ്ങണമെങ്കിൽ ചൂട് കാരണം. ഏത് ചൂട്? പിണക്കത്തിന്റെ ചൂട്. കോസ് ഓഫ് ഡിസീസ്. ആത്മീയത, നല്ല ആത്മീയത, പിണങ്ങാതിരിക്കുക, ആരോടും പിണങ്ങാതിരിക്കുക, ശത്രു ഇല്ലാതിരിക്കുക. തായിഫിന് പുറത്തു കൊടുത്തോട്ട് നമ്മളിപ്പോ തായിഫ് പറ ചീത്ത പറയുന്ന ആളാ. നമ്മളിപ്പോ തായിഫ് പറ ചീത്ത ആ പഴയ പിരാന്തിപ്പുണ്ട് നമ്മളിപ്പോ എല്ലാരും പറയുന്നു. സത്യത്തിൽ മുത്തുനബി സ്നേഹിച്ച് ദ്വാ ചെയ്ത മണ്ണാത്. റസൂലുള്ളാഹിന്റെ ദ്വാ കിട്ടിയ മണ്ണാ. അറിയില്ല നിങ്ങൾക്കറിയില്ലേ? തലമുറകളിലേക്ക് നീളുന്ന ദ്വാ കിട്ടിയ ഭാഗ്യവാന്മാരല്ലേ ത്വായിഫുകാർ. നിങ്ങളെന്താ അറിയാത്ത? ത്വായിഫിൽ വെച്ചല്ലേ ആ ദ്വാ ഉണ്ടായത്. പിണങ്ങരുത്. പിണക്കം കൂടുന്നവരിൽ ഇണങ്ങി നിൽക്കേണ്ടടുത്ത് വന്ന രോഗം മാറൂല. ഒന്നുകൂടി പറയണേ ഞാന്. പിണക്ക സ്വഭാവമുള്ളവരിൽ ഇണങ്ങി നിൽക്കേണ്ടടുത്ത് രോഗം വന്നാല് ജോയിന്റ് പെയിൻ, സന്ധുവാദങ്ങൾ മാറൂല. ചിലതിന്റെ എല്ലാം മുട്ടിന് തൊട്ടൊക്കെ ഭയങ്കര ചൂടുമായിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഈ മുട്ടുരോഗ. കണ്ണൂർ ഏറ്റവും കൂടുതൽ ആൾ വരുന്നത് അതിനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 40 ദിവസം കൊണ്ട് മുട്ട് മടക്കി തരാന്ന്. വെറുതെ പറഞ്ഞൊന്നുമല്ല. അപ്പൊ സ്വകാര്യമായിട്ട് ചോദിക്കുമ്പം എനക്കങ്ങനെ ആരോട് പണക്കൊന്നുമില്ല. അങ്ങനെ 2ാമത്തെ ദിവസം ഇരുത്തും, 3ാമത്തെ ദിവസം മുമ്പ് കല്യാണം വിളിക്കാൻ വന്നേരോ ചിരിച്ചിട്ടില്ല. അമ്പാകയിലൊരു പണക്കുണ്ട്. പെണ്ണുങ്ങളെല്ലാം അങ്ങനെയാണ്. ഞാൻ പോവില്ല. ആരെ വിളിക്കാനയച്ചിന്? പുയ്യാപ്പിള്ളാവല്ലിത്. പുയ്യാപ്പിള്ളാവത്തി ഇവനെ വിളിക്കാനയക്കല് പിള്ളറെ ഉപ്പന്നെ വരണ്ടേ എന്നൊക്കെ പറഞ്ഞ് പണങ്ങുന്ന സൈസ് ജാതികളുണ്ട്. ഐ തിങ്ക് ഈ പണക്ക രോഗം വരും. പണക്ക രോഗം ഇതൊന്നും സാധാ സയൻസ് ബുക്ക് കിട്ടൂലേ? ഞാൻ പറഞ്ഞു, ഞാൻ യൂറോപ്യൻ സയൻസ് അല്ല പറയുന്നത്, ഭാരതീയ സയൻസ് അല്ല പറയുന്നത്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ശാസ്ത്ര വഴിയാണ് പറയുന്നത്. ഹൃദയത്തിന് ശക്തി ഉണ്ടാവണമെങ്കിൽ ആത്മീയത ഉള്ള ഹൃദയമാവണം. അള്ളാഹു അത് പ്രദാനം ചെയ്യട്ടെ. അതിനാണ് എല്ലാ ദിവസത്തിന്റെയും രാവിലെ വത്തീനി വസ്സൈതൂൻ വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഒരു തവണ സൂറത്തു തീൻ എല്ലാ പ്രഭാതത്തിലും ഓതിയാൽ പിറ്റന്നാളെ പ്രഭാതം വരെ നിന്റെ ശരീരത്തിന് രോഗം വരില്ലെന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാത്മീയതയാണ്. എല്ലാ പ്രഭാതത്തിന്റെയും തുടക്കത്തിൽ ഒരു സൂറത്തു തീൻ ഒറ്റത്തവണയെ ഓതണ്ടു. ഒറ്റത്തവണ സൂറത്തു തീൻ പാരായണം ചെയ്യുന്നവർക്ക് പിറ്റന്നാൾ വരെ
ശാരീരിക മാനസിക രോഗങ്ങളെ തൊട്ട് ഇയാൾ പ്രൊട്ടക്റ്റഡ് ആണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ചെയ്യണം. അതുപോലെ ആത്മീയ സ്വഭാവമുള്ള ഭക്ഷണങ്ങള്, ആത്മീയ സ്വഭാവം എന്ന് പറയുമ്പോൾ ഒലീവ് കായ തിന്നുക, ആത്മീയ സ്വഭാവം ഉണ്ട് അതിന്. കാരണം ഖുർആനിൽ പറഞ്ഞതാ, സംഭവം ഭൗതികമാണ്, കാഴ്ചയിലെങ്കിലും അതിന് ആത്മീയ സ്വഭാവമുണ്ട്. ഒലീവ് ഓയിൽ, ഒലീവ് കായ, ഈത്തപ്പഴം, അത്തിപ്പഴം, ഇത്തരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കുക. ഖുർആനിലെ ചില സൂറത്തുകൾ പാരായണം ചെയ്യുക. അതിൽ പ്രധാനമാണ് സൂറത്തു തീൻ. സർവ്വരോഗങ്ങളെയും പ്രതിരോധിക്കാൻ സഹായിക്കുന്ന അത്ഭുതകരമായ ഒരു അധ്യായം. അതിലുണ്ട് സർവം. ആരോഗ്യവുമായി ബന്ധപ്പെട്ട 4 പ്രധാന മർമ്മങ്ങൾ അതിലുണ്ട്. വത്തീൻ വസ്സൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ. മക്കയിലെത്തിയാൽ രോഗം മാറുന്നതിന്റെ സിറുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും ഇനി വരാൻ അവസരമുണ്ടെങ്കിൽ അന്ന് നമുക്ക് ആ 4 കാര്യം ചർച്ച ചെയ്യാം. ഇനിയിപ്പം വല്ലാണ്ട് സമയം നീണ്ടുപോയി, ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് നിർത്താൻ പറയാൻ പറ്റൂല, നിങ്ങളിങ്ങനെ നോക്കിയിട്ടേ ഇടങ്ങേറാവണ്ട. അപ്പൊ ഞാൻ ഏതായാലും നിർത്തുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഏതായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഏതാണ്? മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അതെ, അതായത് ടെൻഷൻ കാരണം വരുന്ന മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ, പ്രഷറിന്റെ രോഗത്തെ നന്നായി കൺട്രോൾ ചെയ്യാൻ, ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്ന രോഗമാണ് പ്രഷറിന്റെ രോഗം. ഈ രോഗത്തെ കൺട്രോൾ ചെയ്യാനും അതുപോലെ സമ്മർദ്ദം കുറഞ്ഞ എന്താ പറയാ നല്ലൊരു ജീവിതം ഒരാൾക്ക് ലഭിക്കാനും സഹായിക്കുന്ന കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. 2 കൈയും, ഈ 2 കൈയും ശിരസിൽ വെക്കണം. ശിരസിൽ വെക്കുക, 2 കൈയും ശിരസിൽ വെക്കുന്നു നമ്മൾ. എന്നിട്ട് എല്ലാ വെള്ളിയാഴ്ച രാവുകളിലും നമ്മൾ പ്രത്യേകമായി ഓതുന്ന, എല്ലാ വെള്ളിയാഴ്ച ഖുതുബയിലും ഓതുന്ന ഒരു ആയത്തുണ്ട്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമ. ഒരു ടൈം 4 തവണയാണ് ഈ ആയത്ത് ഓതേണ്ടത്. ഒരാൾ തലയിൽ കൈവച്ചു, 4 തവണയാണ് ഈ ആയത്ത് ഓതേണ്ടത്. ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ 7 തവണ ചെയ്യാം. ളുഹ, തഹജ്ജുദ്, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹ്, 7 സമയം, 7 നിസ്കാര ശേഷം, 7 നിസ്കാര ശേഷം നിങ്ങൾക്ക് ഇത് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത് ചെയ്യാം. അസ്ർ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. പ്രഷർ സംബന്ധമായ രോഗമുള്ളവർ അസ്റിനെ ഈ പ്രാർത്ഥന ഒഴിവാക്കാനേ പാടില്ല. ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബി. നിങ്ങൾ ഇത് അത്ഭുതപ്പെട്ടു, നിങ്ങൾ ഇത് ചെയ്യ്, അത്ഭുതപ്പെട്ടു പോകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് ഖുർആനിന്റെ ആത്മീയ വഴിയാണ്. എന്നതുപോലെ തന്റെ വലത് കൈ ഇടത് നെഞ്ചത്ത് ചേർത്ത് വെക്കുക. വലത് കൈ ഇടത് നെഞ്ചത്ത് ചേർത്ത് വെച്ച് അലം നശ്റഹ് ലക സദ്റക വറഫഅനാ ലക ദിക്റക, സൂറത്തുൽ ഇൻശിറാഹ്. അത്യത്ഭുതകരമായ ഹൃദയശക്തിയും ഹൃദയ വിശാലതയും നിങ്ങൾക്കുണ്ടായിത്തീരും. ഇതും 4 തവണയാണ് പാരായണം ചെയ്യേണ്ടത്. 4 തവണയാണ് ഇതും പാരായണം ചെയ്യേണ്ടത്. എന്നത് ഒരു സമയത്ത് 4 തവണ, ഒരു സമയത്ത് 4 തവണ. സമയമില്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു സമയം ചെയ്താൽ മതി. എത്ര വേണവും ചെയ്യാം. അവനവന്റെ ഉഷാറാകാനല്ലേ, അവനവന് ഉഷാറാവാനല്ലേ, എത്ര വേണം ചെയ്തോളി. ഇതൊക്കെ പൈസ കൊടുക്കാണ്ട് കിട്ടുന്ന കാര്യമല്ലേ. മറ്റിപ്പോ ആടെ പോയി ഫീസ് കൊടുത്തിട്ട് ഓൻ പറയുന്ന ആടെ പോയി ടെസ്റ്റ് ചെയ്തിട്ട് പറയുന്നത് മറ്റേതും കൂടി ടെസ്റ്റ് ചെയ്തോ, ഇതിൽ ക്ലിയർ ആയില്ല. ഇങ്ങനെ ആയിരക്കണക്കിന് രൂപ ടെസ്റ്റ് ചെയ്തിട്ട് എന്തെല്ലാം മരുന്നുമായിട്ട് സലാമത്തായിട്ടില്ല. ഇത് പൈസ ഇല്ല, ഇത് വിശുദ്ധ ഖുർആൻ. വയശ്ഫി സുദൂറ ഖൗമിൻ മുഅ്മിനീൻ എന്നതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഹൃദയ വിശാലത കിട്ടാനും ഹൃദയ ശക്തി കിട്ടാനും സഹായകമാകുന്ന ദിക്റാണ് അല്ലാഹുമ്മ റബ്ബിശ്റഹ് ലീ സ്വദ്രി. ഇതൊക്കെ ഖുർആനിലുള്ളതാണ്. ഖുർആനിൽ ഔഷധമുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു. ഖുർആനിൽ ഔഷധമുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു. ജലീൽ ദാരിമിന്റെ അഭിപ്രായമല്ല. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ. ഖുർആനിലെ ആയത്താണ്. മാ ഹുവ ശിഫാഉൻ, ശിഫയുണ്ട്. നിങ്ങൾ ഇത് വേണ്ടാന്ന് വെച്ചാൽ എങ്ങനെ സൂക്കേട് മാറുക? നിങ്ങൾ പറയും. നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവായ മെഡിസിൻ ഖുർആനിക് കോമ്പൗണ്ട് മെഡിസിൻ ആണ്. കാര്യം നിങ്ങൾ മുഅ്മിനീങ്ങളാണ്. നിങ്ങൾക്ക് ഏറ്റവും ഫലവത്താകുന്ന മരുന്ന് ഖുർആനിലുള്ളതാണ്. നിങ്ങൾ അത് മാറ്റി വെച്ചിട്ട് കേവലം കെമിക്കൽ കോമ്പൗണ്ട്സ് മാത്രം കഴിച്ചാൽ എങ്ങനെ അസുഖം ഭേദമാവും? നിങ്ങൾ ആലോചിച്ചോളി. അല്ലാഹുമ്മ റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി. കാര്യങ്ങളൊക്കെ ഒന്ന് റാഹത്തായി നടക്കണ്ടേ? കാര്യങ്ങൾ റാഹത്തായി നടക്കണ ആഫിയത്ത് വേണ്ടേ? അല്ലെങ്കിൽ തട്ടിയും തടഞ്ഞും മുടന്നിട്ടും പോണ്ടേ? വയസ്സിർ ലീ അംരി. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇതൊക്കെ ഖുർആനിലുള്ളതാണ്. എന്നതുപോലെ ഒരു അമൂല്യമായ സ്വലാത്ത് ഉണ്ട്. اللهم صل على سيدنا محمد طب القلوب ودوائها.
എന്റെ ഹൃദയത്തിന് പിടികൂടുന്ന രോഗങ്ങളുടെ ചികിത്സയും എന്റെ ഹൃദയത്തിന് പിടികൂടിയ രോഗത്തിന്റെ ഔഷധവും മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വആഫിയത്തുൽ അബ്ദാനി, വആഫിയത്തുൽ അബ്ദാനി, എന്റെ ശരീരത്തിന് ആഫിയത്ത് വേണ്ടേ? ആ സ്വലാത്തും നിങ്ങൾ ചൊല്ലുക. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തുൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സ്വാരി. വനൂരിൽ, അത്ഭുതമാണ്. ഇതൊക്കെ പറയാൻ നിന്ന് ഒരുപാട് സംസാരിക്കേണ്ടി വരും, സമയം കഴിഞ്ഞല്ലോ. വനൂരിൽ അബ്സ്വാരി വളിയാഇഹാ വഅലാ ആലിഹി വസഹബിഹി വസല്ലിം. ചില സ്ഥലത്ത് വഖൂത്തിൽ അർവാഹി എന്നത് കൂടിയുണ്ട്, ചില സ്ഥലത്ത് വഖൂത്തിൽ അർവാഹി എന്നുകൂടിയുണ്ട് ഈ സ്വലാത്തിൽ. എങ്ങനെയാണോ നിങ്ങൾക്ക് കിട്ടിയത് അത് പ്രകാരം ആ സ്വലാത്ത് ചൊല്ലുക. പിന്നെ ഇപ്പോഴും ഏത് രോഗത്തിനും ഏത് സാഹചര്യത്തിലും ഒരു സത്യവിശ്വാസിക്ക് ഖുർആനിൽ നിന്ന് ധൈര്യമായി സ്വീകരിക്കാൻ പറ്റുന്ന ശിഫ കിട്ടുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. രോഗം ശിഫയാവാൻ ആഗ്രഹിച്ചുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്താൽ രോഗം ശിഫയാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിനെ ഓർമ്മിച്ചുകൊണ്ട് നിങ്ങൾ ഫാത്തിഹ ഓതിയാൽ ഫാത്തിഹ കൊണ്ടും നിങ്ങളുടെ രോഗം ശിഫയായി തീരും. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ.